Good morning. എവിടെ വീഡിയോസ് ഒക്കെ ഓൺ ചെയ്തേ വേഗം. Take a silent prayer fast. വേഗം വേഗം വേഗം. ഇനിയുണ്ട് വീഡിയോസ് ഓൺ ആവാനുണ്ട്. ഇനിയും വീഡിയോസ് ഓൺ ആവാനുണ്ട്. സിക്സ് ഓ ക്ലോക്കിന് വീഡിയോ ഓൺ ആയിരിക്കണ്ടോ? ലോഗിൻ ചെയ്താൽ തിരിച്ചും പോയി കുറച്ച് കഴിഞ്ഞ് വന്ന് പതുക്കെ കയറി. 6 o'clock വീഡിയോസ് ഓൺ ആയിരിക്കണം. ഫാത്തിമ ഷർബാൻ, മുഹമ്മദ് അയാൻ, അനീറ്റ, ഫാത്തിമ ഇസ്മായിൽ, ലൈന. വീഡിയോസ് എവിടെ? ഓക്കെ, റൈറ്റ്. നമ്മൾ ഇന്നലെ വോളിയം ഓഫ് എ പിരമിഡ് എന്നുള്ള ടോപ്പിക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ അറേഞ്ച് ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആ ട്രയാങ്കിളിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് ചോദിച്ച് റിമൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കയറാം കേട്ടോ. ലിസൺ. അപ്പൊ ഒന്ന് പറയാം ആദിൽ മുഹമ്മദേ, ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഈ ട്രയാങ്കിൾ 1 സെക്കൻഡ്. ഈ ട്രയാങ്കിളിന്റെ മിസ്സിംഗ് പാർട്ട് ആരടാ? ഈ ട്രയാങ്കിളിന്റെ മിസ്സിംഗ് പാർട്ട് ആരാണ്? ആദിൽ മുഹമ്മദ്. Slant height. Slant height ആണ്. Okay. Then what about Muhammad Ayan? Muhammad Ayan. What about this one? ഈ ട്രയാങ്കിളിന്റെ മിസ്സിംഗ് പാർട്ട് ആരടാ? 1 സെക്കൻഡ്. ഈ ട്രയാങ്കിളിന്റെയോ? സ്ലാന്റ് ഹൈറ്റ് ആണ്. ഓക്കെ, അൽസാബിത്തെ, ഈ ബേസും ഹൈറ്റും സ്ലാന്റ് ഹൈറ്റും വരുന്ന ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആരാ? ബേസും ഹൈറ്റും സ്ലാന്റ് ഹൈറ്റും വരുന്ന ട്രയാങ്കിൾ സ്ലാന്റ് ഹൈറ്റ്. ഓക്കെ, ബേസും സ്ലാന്റ് ഹൈറ്റും ലാറ്ററൽ എഡ്ജും വരുന്നതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആരാ? ഫാത്തിമ സുബൈർ. സ്ലാന്റ് ഹൈറ്റ്. ഒന്നുകൂടെ സ്ലാന്റ് ഹൈറ്റ്. ഒന്ന് പറയാം അൽഹ. ബേസും സ്ലാന്റ് ഹൈറ്റും ലാറ്ററൽ എഡ്ജും വരുന്നതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആരാ? ലാറ്ററൽ എഡ്ജ്. ലാറ്ററൽ എഡ്ജ് ആണ്. ലാറ്ററൽ എഡ്ജ് അവനാണ് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരിക. ഓക്കെ, റൈറ്റ്. അപ്പൊ മെറ്റീരിയൽസ് ഒന്നും നോക്കട്ടെ എവരിവൺ. ഉപ്പ്, റെക്ടാങ്കുലർ പ്രിസം, സ്ക്വയർ പ്രിസം. സോറി, ഉപ്പ്, സ്ക്വയർ പ്രിസം, സ്ക്വയർ പിരമിഡ്. ഫൈൻ ഫൈൻ ഫൈൻ, വെരി ഗുഡ്. ഞാൻ പറയാതെ മാറ്റരുത്, ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. കുറച്ചു പേരെ കാണാനില്ലല്ലോ. ആമിന അഷ്റഫിന്റെ എവിടെ? അവിടെ ആമിന. ഓക്കെ, then ഫാത്തിമ പി എ. ഫാത്തിമ ബീവി. ഫാത്തിമ ബിയുടെ വീഡിയോ സ്റ്റക്ക് ആയിട്ടാണല്ലോ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആഷ്ന മോൾ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. ദെൻ ഫാത്തിമ ഇസ്മായിലിന്റെ ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കി ഇടരുതേ. ഫാത്തിമ സുബറിന്റെ എവിടെ? ഓക്കെ, ഫാത്തിമ ഷെർമന്റെ വീഡിയോ ഓഫ് ആണല്ലോ. അലൈന ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ട, റിജോയിൻ ചെയ്യാം. നിഷാന സിയാദിന്റെ. ഓക്കെ, ശരി. നിങ്ങളെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പിരമിഡിന്റെ ബേസ്. ഓക്കെ, പിരമിഡിന്റെ ബേസും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്വയർ പ്രിസം ഉണ്ടല്ലോ,
ആ സ്ക്വയർ പ്രിസത്തിന്റെ ബേസിൽ നമ്മളൊരു സ്ക്വയർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ആ പോർഷൻ എടുക്കുക, ഒട്ടിച്ചു വെച്ചേക്കുന്ന പോർഷൻ എടുക്കുക, അതായത് നേരെ ഇൻവേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്ക്വയർ പ്രിസത്തിന്റെ ബേസും അതുപോലെ തന്നെ സ്ക്വയർ പിരമിഡിന്റെ ബേസും ഒന്ന് ചേർത്ത് വെച്ച് നോക്കി, രണ്ടും ഒരേ വലിപ്പമാണോ? ചെക്ക് ചെയ്താ? കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടില്ലേ? എങ്ങനെ രണ്ടുപേരും ചേർത്ത് വെച്ച് കഴിയുമ്പോ എങ്ങനെ നിൽക്കുന്ന ഹാരിസേ? എന്താ അവസ്ഥ നൗറിൻ ഫാത്തിമ? സെയിം ആണ്. ഓക്കെ, അരീന കറക്റ്റ് ഈ ക്യൂബിന്റെ പെട്ടി തന്നെ വെട്ടിയില്ലേ? വെരി ഗുഡ്. ആശാന്റെ നെഞ്ചത്ത് തന്നെ, വെരി ഗുഡ്. കറക്റ്റ് ഈ ക്യൂബിന്റെ പെട്ടി തന്നെ വെട്ടി നമ്മുടെ പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ സ്ക്വയർ പിരമിഡിന്റെയും സ്ക്വയർ പ്രിസത്തിന്റെയും ബേസ് രണ്ടും സെയിം ആണെന്നുള്ള കാര്യം തീരുമാനമായി. അടുത്ത എന്താണെന്നറിയോ? പിരമിഡ് ടേബിളിൽ വെക്കുക, പ്രിസവും ടേബിളിൽ വെക്കുക, അടുത്തടുത്ത് വെക്കുക, അടുത്തടുത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് നേരെ ഈ പിരമിഡിന്റെയും പ്രിസത്തിന്റെയും പൊക്കം ഒന്നാണോ? അപ്പൊ സ്കെയിലിംഗ് നേരെ വെച്ച് നോക്കിയാൽ മതി. ചുമ്മാ ഒരു സ്കെയിലിംഗ് മുകളിൽ കൂടെ നേരെ വെച്ച് നോക്കി, രണ്ടുപേരും ഒരേ ഹൈറ്റ് ആണോ എന്ന് അറിയാൻ. ചുമ്മാ ഒരു സ്കെയിലിംഗ് നേരെ വെച്ച് അതിന്റെ മുകളിൽ കൂടെ രണ്ടും ടേബിളിൽ നോക്കി കേട്ടോ, രണ്ടും ടേബിളിൽ നോക്കി, പിരമിഡും പ്രിസവും ടേബിളിൽ നോക്കി, സ്ക്വയർ ബോട്ടൊക്കെ താഴെ പോട്ടെ കേട്ടോ. പ്രിസത്തിന്റെ ഒക്കെ നോക്കണം, മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ചുമ്മാ നേരെ വെച്ചാൽ മതി സ്കെയില്, ചുമ്മാ നേരെ വെക്കുക. അപ്പൊ കറക്റ്റ് നമ്മുടെ പ്രിസത്തിന്റെ അപ്പെക്സും പിരമിഡിന്റെ അപ്പെക്സും പ്രിസത്തിന്റെ ടോപ്പും ഇങ്ങനെ ഒറ്റ ലൈനിലായിട്ട് നിൽക്കും സ്കെയിൽ വെക്കുമ്പോൾ. ശരിയല്ലേ? ഫൈൻ. ഇത്തരം കാര്യങ്ങൾ തീരുമാനമായല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കയറാം. നമ്മൾ വോളിയം ഹെഡിങ് എഴുതിയിട്ടല്ലോ ഇന്നലെ? വേറൊന്നും എഴുതിയിട്ടില്ലല്ലോ? ശരി, എഴുതിയൊക്കെ താഴെ. ആക്ടിവിറ്റി 2. Hyphenated. Compare the volume of a square pyramid. Compare the volume of a square pyramid and a square prism. എഴുതില്ലേ? ഫൈൻ. ഇനി കേട്ടോ, ഇനി നമ്മൾ നേരെ ആക്ടിവിറ്റിയിലേക്ക് കയറാണേ. സിമ്പിൾ ആണ്, ആക്ടിവിറ്റി ഒക്കെ വളരെ സിമ്പിൾ ആണ്, നിസ്സാര പണിയുള്ളൂ. എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? പിരമിഡ്, പ്രിസം, ഉപ്പ് ഒക്കെ അടുത്തടുത്തുണ്ടല്ലോ അല്ലെ? ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട പണി ഇത്രേ ഉള്ളൂ. നിങ്ങൾ നേരെ ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. സ്ക്വയർ പിരമിഡ്, മാറിപ്പോകരുത്. സ്ക്വയർ പിരമിഡിന്റെ ഉള്ളിലേക്ക് ഉപ്പിടുക. ഓക്കെ, ഉപ്പിടുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡ് ഫുൾ ആവാൻ പാകത്തിന്, സ്ക്വയർ പിരമിഡ് കംപ്ലീറ്റ് ആവാൻ പാകത്തിന് ഉപ്പ് ഫില്ല് ചെയ്യണം. എന്നിട്ട് ആ ഉപ്പ് നേരെ പ്രിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പറയാൻ റെഡിയോ? അതായത് നമ്മൾ സാധാരണ ഇപ്പൊ എന്താ പറയാ, ഒരു സ്പൂണിൽ നമ്മൾ ഉപ്പ് എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടൂലേ എന്ന് പറയും പോലെ തന്നെ പ്രിസത്തിൽ പിരമിഡിൽ കംപ്ലീറ്റ് ഉപ്പ് ഫില്ല് ചെയ്യുക. പിരമിഡിൽ നിന്ന് ഫില്ല് ചെയ്തത് നേരെ പ്രിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ പ്രിസം ഫുൾ ആയോ എന്ന് നോക്കുക. ഫുൾ ആയിട്ടില്ലെങ്കിൽ വീണ്ടും പിരമിഡിൽ കംപ്ലീറ്റ് ഉപ്പ് എടുക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ടും ഫില്ലായില്ലെങ്കിൽ ഒന്നോടെ പ്രിസത്തിൽ നമ്മുടെ പിരമിഡിൽ കംപ്ലീറ്റ് എടുക്കുക, പ്രിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പറഞ്ഞാൽ ക്ലിയർ ആണോ? അപ്പൊ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ, നമ്മൾ എന്താ ചെയ്യേണ്ട പണി ആയാലൊന്ന് പറഞ്ഞടാ. സ്ക്വയർ പിരമിഡില് നിറച്ച് ഉപ്പ് എടുത്തിട്ട് നിറയ്ക്കണേ, വേഗം നിറയ്ക്കണ്ടേ. നിറയണ വരെ
അറിയുന്നത് വരെ നമ്മൾ ഈ പണി ചെയ്യണം. അതിലൊരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതെന്നറിയോ, നമ്മൾ പിരമിഡില് ഈ പറഞ്ഞ ഉപ്പ് എടുക്കുമ്പോൾ പിരമിഡ് കംപ്ലീറ്റ് എടുക്കണം, പിരമിഡ് ഫുൾ എടുക്കണം. അല്ലെ പിരമിഡിന്റെ പകുതി എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് കറക്റ്റ് നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്തില്ല. പിരമിഡ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക, പ്രശ്നത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും പിരമിഡ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക, പ്രശ്നത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. റെഡിയോ? ആ വേഗം തുടങ്ങിക്കോ, വേഗം തുടങ്ങിക്കോ. രാവിലത്തെ നേരത്തിലൊക്കെ ഉറക്കത്തിൽ നിന്ന് വീട്ടിൽ എനിക്ക് വന്ന് നോക്കുമ്പോ കുറെ ഉപ്പും ഇവിടുന്ന് അങ്ങോട്ട് എടുക്കണു, അവിടുന്ന് ഇപ്പുറത്തേക്ക് ഇടുന്നു, വീണ്ടും എടുക്കണു, അപ്പുറത്തേക്ക് ഇടുന്നു. വേഗം ചെയ്തു, വേഗം ചെയ്തു. പിരമിഡ് കംപ്ലീറ്റ് മൗത്ത് ഫുൾ ആയിട്ട് എടുക്കണം കേട്ടോ. പിരമിഡ് മൗത്ത് ഫുൾ എടുക്കണേ. മൗത്ത് ഫുൾ നമ്മൾ പറയാം കംപ്ലീറ്റ് എടുക്കുന്നതിന്. ഇഷാന എന്ത് നോക്കിയിരിക്കണ, ഉപ്പില്ലേ വീട്ടില്? എന്നാ വേഗം ചെയ്തു, നോക്കിയിരിക്കുക. കംപ്ലീറ്റ് എടുക്കണം കേട്ടോ, കംപ്ലീറ്റ് എടുക്കുക, പുറത്തു പോവാതെ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സാർ ആ പറ. എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? ലെഫ്റ്റ് ആയിരുന്നു പിരമിഡ് പ്രസം സാധനമൊക്കെ ഉണ്ടോ? പിരമിഡ് പ്രസമൊക്കെ എടുത്തോ? ആ പ്രസത്തിനകത്ത് പ്രസം ടേബിളിൽ വെക്കുക. പിരമിഡ് കംപ്ലീറ്റ് ഉപ്പ് ഫില്ല് ചെയ്യുക, പ്രസത്തിലേക്ക് ഇടുക. പ്രസം നിറഞ്ഞില്ല എങ്കിൽ വീണ്ടും പിരമിഡ് കംപ്ലീറ്റ് ഉപ്പ് എടുക്കുക, പ്രസത്തിലേക്ക് ഇടുക. കംപ്ലീറ്റ് എടുക്കണം കേട്ടോ, കംപ്ലീറ്റ് എടുക്കണം, നിറച്ചെടുക്കണം, എന്നിട്ട് പ്രസത്തിലേക്ക് ഇടുക. എപ്പോഴാണോ പ്രസം ഫുൾ ആവുന്നത് അതുവരെ നമ്മൾ ഈ പരിപാടി ചെയ്യാം. ആ പ്രസം നിറയാൻ ആവശ്യമായ അത്രയും ഉപ്പ് വേണ്ടി വരും കേട്ടോ. ചെറിയ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ചോറിടാൻ വെക്കുന്ന ചെറിയ കുപ്പിയിൽ ഉപ്പൊക്കെ ആണെങ്കിൽ സംഭവം തികയൂല. ആഹാ വേഗാവട്ടെ, 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 കാര്യങ്ങൾ ഫാസ്റ്റ് ആവട്ടെ. അൽസാബിത്തെ പ്രസം നേരെ വെക്കടാ ഫില്ല് ചെയ്യാൻ വേണ്ടി. അൽസാബിത്തെ അമർത്തി വെച്ചിട്ട് ഫില്ല് ചെയ്യണേ. ആ തുടങ്ങിയില്ല ഇതുവരെ, വേഗാവട്ടെ, സമയം പോണു, ടൈം പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ. പിരമിഡ് കംപ്ലീറ്റ് ഉപ്പ് എടുക്കുന്നു, പ്രസത്തിലേക്ക് ഫില്ല് ചെയ്യുന്നു. കുറെ പേര് നല്ല എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, പെട്ടെന്ന് ചെയ്യുന്നു. ഇങ്ങനെ നിറയ്ക്കണോ അപ്പുറം ഫില്ല് ചെയ്യുന്നു. പക്ഷെ കുറെ പേര് ഭയങ്കര സ്ലോ ആയി. അപ്പൊ അതൊക്കെ സ്പൂൺ കൊണ്ടൊന്ന് എടുത്ത് ഒന്ന് ഇവിടെ ഇട്ട് പിരമിഡ് കംപ്ലീറ്റ് ഉപ്പ് എടുക്കുക, പ്രസത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. വേഗം വേഗം വേഗം. ആ പറ എലിസബത്ത്, പറഞ്ഞോ. വേഗം എടുത്തോ, വേഗം എടുത്തോ. ഓ ആയിക്കോട്ടെ. ഡ്രോപ്പ് ചെയ്യുമ്പോ പുറത്ത് പോകരുത് കേട്ടോ, ഡ്രോപ്പ് ചെയ്യുമ്പോ പുറത്ത് പോകരുതേ. നമ്മൾ പ്രസത്തിൽ നിന്ന് പിരമിഡിലേക്ക് ഇടുമ്പോ പിരമിഡിൽ നിന്ന് പ്രസത്തിലേക്ക് ഇടുമ്പോ പുറത്ത് പോകരുത് കേട്ടോ. തീർന്നോ ഹന? പാത്രത്തിൽ ഉപ്പൊക്കെ തീർന്നോ? കുപ്പി അങ്ങനെ തന്നെ കൊട്ടുക. തീർന്നോ? എത്രാമത്തെ ടൈമാ ചെയ്യുന്നേ ഹന? സെക്കൻഡ് ടൈമാണോ തേർഡ് ടൈമാണോ? ഫസ്റ്റ് ടൈമാ? അടിപൊളി. ഉപ്പ് വേണ്ടി വരും. ആ വേഗം ആയിക്കോട്ടെ. ഇല്ല ഇനി വീട്ടിലില്ല, ഉപ്പ് വീട്ടിലേ ഇല്ല. ആ അടിപൊളി. വെയിറ്റ് 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 വെയിറ്റ്. സ്പീഡാവട്ടെ, സ്പീഡാവട്ടെ. ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് തീരണം കേട്ടോ. 2-3 മിനിറ്റ് ആണ്. എത്ര ടൈംസ് ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞപ്പോ എത്ര ടൈംസ് ആയി അൽസാബിത്തെ? ഒരു തവണ ഉപ്പ് തീർന്നു. ഒരു തവണ ആയപ്പോഴത്തേക്ക് ഉപ്പ് തീർന്നു. എൽദോസ് എത്ര ടൈംസ് ആടാ എൽദോസെ? രണ്ടാമത്തെ ഇടാൻ പോവാ. ഓക്കെ.
പലരും ചെയ്യുന്നതില് പിരമിഡ് മൗത്ത് ഫുൾ ആവുന്നില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. മൗത്ത് ഫുൾ ആയില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഒബ്സർവേഷനിലേക്ക് എത്തൂല. മൗത്ത് ഫുൾ ആവണം. ഭീമ എത്രാമത്തെ? ഭീമ നവാസ്. സർ മൂന്നാമത്തെ. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഫാത്തിമ ടി എൻ. ഓക്കെ, എല്ലാരും വീട്ടിൽ ഉപ്പത്തിലുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചില്ല. സർ ആ, ഫസ്റ്റ് ഒരു പ്രാവശ്യത്തെ ഉപ്പ് തീർന്നു. ഉപ്പ് തീർന്നു. ആ, ഈ ഉപ്പ് തീർന്നുള്ള കമന്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു കേട്ടോ. അവിടെ നിൽക്കട്ടെ. നമുക്ക് നോക്കാം. സാധാരണ നമ്മുടെ വീട്ടിലെ ഏറ്റവും അധികമുള്ള സാധനം നല്ല ഇതിലൊരു ഉപ്പ് പറഞ്ഞത്. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ആ, ഉപ്പിന് അരി ഇടാൻ പറ്റില്ലേ? ആ, അരി ഇടാൻ പറ്റും, വീട്ടിൽ ഉമ്മ വഴക്ക് പറയില്ലെങ്കിൽ. ഉപ്പൊക്കെ ആകുമ്പോ വലിയ പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഉപ്പ് പറഞ്ഞത്. അരിയൊക്കെ എടുക്കാൻ പറഞ്ഞാൽ ഇനിയിപ്പോ വേറെയുള്ള ഡയലോഗ് കേൾക്കുന്ന ഓർത്തിട്ടാണെങ്കിൽ പിന്നെ അത് ഒഴിവാക്കിയത്. ഒരു മിനിറ്റ് കേട്ടോ, നമുക്കൊരു 1 മിനിറ്റിനുള്ളിൽ അതിന്റെ പ്രൊസീജിയർ ഏകദേശം വൈൻഡപ്പ് ചെയ്യണം. നിഷാന സിയാദ് എത്രാമത്തെ ഫില്ല് ചെയ്യുന്നത്? ആഹാ, നിഷാന അവിടുന്ന് ഇപ്പൊ തിരിച്ചിട്ടോണ്ടിരിക്കുക. ഇവിടുന്ന് എടുത്ത് അങ്ങോട്ടിടും, കണ്ട അവിടെ തിരിച്ച് ഇങ്ങോട്ടിടും. ഉപ്പില്ലാത്തോണ്ട്. ഭീമ എത്ര മണി തോന്നല? ഭീമ പി സിദ്ദീഖ് എത്ര മണി ചെയ്തു? ഉപ്പ് തീർന്നോ? തീർന്നില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഇടുന്നു. രണ്ടാമത്തെ പ്രാവശ്യമായി. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ചെയ്യാൻ കിട്ടുമോ ഉപ്പ്? ആ കിട്ടും. ഓ, ഫൈൻ 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 ഫൈൻ. അമാന സ്വാലിഹ, ഉപ്പ് തീർന്നിട്ടിരിക്കുന്നതാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഉപ്പ് തീർന്നവരൊക്കെ ടേബിളിൽ നിന്നൊക്കെ ഒന്ന് നീക്കി വെച്ച് ക്ലിയർ ചെയ്തോട്ടോ. ഉപ്പ് തീർന്നിട്ടുണ്ടെങ്കിൽ പുസ്തകത്തിൽ നേരെ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് നീക്കി വെച്ചോ. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. ശരിക്കും ഇതിന്റെ കൃത്യം കൺസെപ്റ്റ് കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. പക്ഷെ വെള്ളം ഉപയോഗിക്കുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ഫൈബർ പോലത്തെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ വെച്ചിട്ട്, PVC പോലത്തെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിസവും പിരമിഡും ഉണ്ടാക്കേണ്ടത്. പക്ഷെ നമുക്ക് അവൈലബിൾ ആയ സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഹാർഡ് ബോർഡും സോൾട്ടൊക്കെയാണ്. അതാണ് നമ്മൾ ആ ഒരു രീതി പ്രിഫർ ചെയ്തത്. ഓക്കെ 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 ഓക്കെ. അൻഷിത എത്രാമത്തേടാ? അൻഷിതേ, ഉപ്പ് തീർന്നോ? 2 ഉപ്പ് തീർന്നു. നേരെ നേരെ കൂടെ കമത്തട. എന്തിനേയും സ്പൂൺ എടുക്കാൻ നിൽക്കുന്നത്? നേരെ കൂടെ കമത്ത, ഡ്രോപ്പ് ചെയ്യും, അതല്ലേ എളുപ്പം. മറിഞ്ഞിരിക്കുവായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി മാറ്റിട്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഏകദേശം നമ്മളെടുത്ത ആ ക്വാണ്ടിറ്റിയുടെ മീൻസ് നമ്മൾ ആ മൗത്ത് ഫുൾ എടുക്കാത്തതിന്റെ ചില പ്രശ്നങ്ങൾ 1-2 പേരുടെ ഇതിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. മൗത്ത് ഫുൾ എടുക്കാത്തതിന്റെ. ഭീമ പി സിദ്ദീഖ് 3 കംപ്ലീറ്റ് ആയോ? സർ 3 കംപ്ലീറ്റ് ആയി, പക്ഷേ ഇത് ഫില്ലായിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോട്ടോ. ഇപ്പൊ ഇതിനകത്തെ 3 തവണ കംപ്ലീറ്റ് ആക്കിയവരൊന്ന് വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്തേ. 3 തവണ കംപ്ലീറ്റ് ആക്കിയവര് വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്തേ. 1 1 1 1 1 2 3 4 5. ആ, പറഞ്ഞോ. എനിക്ക് 4-മത്തെ കൂടി ഇടാനുള്ള കറക്റ്റ് ഉണ്ട്, അതും കൂടി ഇടണോ? നോക്കാം. 4-മത്തെ ഇട്ട് കഴിയുമ്പോ കംപ്ലീറ്റ് ഫിൽ ആവോ? ഇല്ല. അതോ ബാക്കി വരുമോ? കുറച്ചും കൂടി ബാക്കി ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. ഇടണോ അത്? വേണ്ട വേണ്ട, ഞാൻ പറയാം. ലിസൺ, ഇതിനകത്തേ ശ്രദ്ധിച്ചേ, നമ്മൾ ആക്ടിവിറ്റി ചെയ്തതില് ഓക്കെ ഫൈൻ. ഇതില് 2-3 പ്രശ്നങ്ങൾ മീൻസ് നിങ്ങൾ ചെയ്തതിന്റെ 2-3 എറേഴ്സ് ഞാൻ പറയാം ആദ്യം, കേട്ടോ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡില് മൗത്ത് ഫുൾ ആയിട്ട്. ഫാത്തിമ സലാ പറഞ്ഞോ. 3 തവണ ഇട്ടപ്പോ പറഞ്ഞു. ഓക്കെ ഫൈൻ. ഞാൻ പറയാം. ഇതിലേ പ്രധാനമായിട്ടും വരുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പിരമിഡിൽ സോൾട്ട് എടുക്കുമ്പോൾ പിരമിഡ് മൗത്ത് ഫുൾ ആയിട്ട് എടുക്കണം. ഈ മൗത്ത് ഫുൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ഇതാണ് പിരമിഡ് ഇരിക്കട്ടെ. നിങ്ങൾ ചെയ്ത് എങ്ങനെയാണോ ചിന്തിച്ചു നോക്കിക്കോളണം കേട്ടോ. നമ്മുടെ സ്ക്വയർ പിരമിഡ് എവിടെ എങ്ങനെയുണ്ട്?
സോറി, നമ്മൾ ഇൻവേർട്ട് ചെയ്താണ് എടുത്തത്. നമുക്ക് ഇൻവേർട്ട് ചെയ്ത് തന്നെ വെക്കാം. ഇങ്ങനെ പിരമിഡ്. ഈ പിരമിഡിനുള്ളിൽ നിങ്ങൾ സോൾട്ട് എടുത്ത് കഴിയുമ്പോൾ ഉള്ളവരെ ശ്രദ്ധിച്ച് കേട്ടോ. സോൾട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് കറക്റ്റ് മൗത്ത് ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ടോപ്പില്ലേ, ഈ ടോപ്പിൽ ഇങ്ങനെ കൃത്യം ഇങ്ങനെ ഫില്ലായിട്ട് വെക്കണം. ഇത് കണ്ടോ, കൃത്യം ഇങ്ങനെ ഫില്ലായിട്ട് സോൾട്ട് നിന്നാലാണ് നമ്മൾ അതിനെ മൗത്ത് ഫുൾ എന്ന് പറയാം. ഒട്ടും ബാക്കിയാവാതെ, ഇനി ഒട്ടും നിറയാൻ സ്പേസ് ഇല്ലാതെ ഇങ്ങനെ ഉപ്പ് നമ്മൾ എടുക്കണം. ഇതാണ് ഈ മൗത്ത് ഫുൾ എടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം. ഒട്ടും തന്നെ ബാക്കിയാവാൻ പാടില്ല. ഇതുപോലെ അപ്പോൾ നമ്മൾ പതിയെ പിരമിഡിനൊക്കെ ഒന്നൊന്ന് പതുക്കെ ഷേക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഫില്ലാക്കി എടുക്കണം. ഇങ്ങനെ ഫില്ലാക്കി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കാണുന്ന പിരമിഡിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന സോൾട്ട് നമ്മൾ നേരെ കൊണ്ടുപോയി പ്രിസത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ഞാൻ വീഡിയോ നിങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്താണ്, കുറച്ചധികം ആളുകളുടെ ഇത്രയും ഫില്ലായിട്ടുണ്ടായില്ല. കുറച്ച് സ്പേസ് ഒക്കെ പ്രിസത്തിൽ പിരമിഡിൽ ബാക്കിയുണ്ടായി. ശരിയല്ലേ? അവിടെ നമ്മളുടെ ഒന്നാമത്തെ എറർ, ഫസ്റ്റ് എറർ അവിടെയാണ് വരിക. രണ്ടാമത്തെ എറർ, നമ്മൾ പിരമിഡിൽ നിന്ന് പ്രിസത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അല്പം പോലും പുറത്തു പോകാൻ പാടില്ല. മൂന്നാമത്തെ എറർ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ, ഈ പിരമിഡിന്റെ സൈഡിലൊക്കെ സെല്ലോ ടേപ്പ് പൊടിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറെ ഉപ്പൊക്കെ എന്ത് ചെയ്യും, ഈ സെല്ലോ ടേപ്പ് പോലത്തെ പോർഷനിൽ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, ഇങ്ങനെ 3 എറേഴ്സ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. എലിസബത്ത് ചെയ്തപ്പോൾ എന്തായി, എത്ര ടൈംസ് വേണ്ടി വന്നു ഫില്ല് ചെയ്യാൻ? എലിസബത്ത് സാർ ഞാൻ ഒരു വർഷം ചെയ്തപ്പോഴേക്കും ഉപ്പ് തീർന്നു. അപ്പൊ എടുക്കാൻ പോയിട്ട് പിന്നെ കിട്ടിയില്ല? അതെടുത്തപ്പോ ഒരു വർഷം ഫില്ല് ചെയ്യാൻ പറ്റി. ഓക്കെ, ശരി. പിന്നെ വിമാനവാസി ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? 3 ഫില്ല് ചെയ്തു, ഇനി കുറച്ചുകൂടെ അറിയാനുണ്ട്. 3 ഫില്ല് ചെയ്തപ്പോ കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്. ഒരുപാടുണ്ടോ അതോ? ഇല്ല, കുറച്ചുള്ളൂ. ഇത്തിരി ഉള്ളൂ. ശരി, ഈ 3 ഫില്ല് ചെയ്തപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു, അതോ ഈ പിരമിഡിനകത്ത് ഒരു ഇത്തിരി കൂടെ സ്പേസ് ഉണ്ടായിരുന്നോ? പിരമിഡിന് കംപ്ലീറ്റ് ചാടിയായിരുന്നോ? കുറച്ച് പുറത്തു പോയിട്ടുണ്ടോ? അതിന്റെ ഒരു അവസ്ഥ എന്താ? പുറത്തു പോയില്ല, കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. കൃത്യം മൗത്ത് ഫുൾ ആയിട്ടല്ല ചെയ്തത്. ഓക്കെ, ശരി. പിന്നെ 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 ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നേരത്തെ 3 ചെയ്ത ആളുകൾ? ഭീമാടെ നേരത്തെ ചോദിച്ചതാണ്. അനശ്വര എൻ്റെ അടുത്ത് പറഞ്ഞു. ഫാത്തിമ സുബൈർ ചെയ്തപ്പോ എന്തായിരുന്നു? അതുപോലെ തന്നെ. ഓക്കെ, അൽഷിഫ ചെയ്തപ്പോ? എന്റെ കുറച്ചുകൂടി അറിയാനുണ്ടായിരുന്നു. ശരി, നിഷാന സിയാദിന്റെ കേസില്? എന്റെ അതുപോലെ ബോയ്സിന് ആർക്കും കിട്ടിയില്ലടാ. ബോയ്സ് ആരും എത്തിയിട്ടില്ല. ഇബ്രാഹിം ബാബു എന്റെ സ്കോർപ്പിയോ ഓർഡറാ? ചാക്ക് ഉണ്ടാക്കിയപ്പോ പുറത്തേക്ക് പോവാ. ഈ പറഞ്ഞ ആളുകളൊക്കെ ഇരിക്കുന്നവരൊക്കെ ചാർട്ട് വെച്ച് ഉണ്ടാക്കിയിട്ട് ഈ ആക്ടിവിറ്റി ചെയ്തേ. അല്ലാതെ ഇവര് വേറെ മെറ്റീരിയൽ മറ്റേ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയിട്ടല്ല ഇന്നലെ സംഭവം ഉണ്ടാക്കിയത്. ചാർട്ട് വെച്ച് തന്നെ ഇവരും ചെയ്തത്. കേട്ടോ. അപ്പൊ ഇതില് നമ്മൾ ആക്ടിവിറ്റിയുടെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോ, when we use the square pyramid to fill the prism, ഒരു തവണ നമ്മൾ ഇതിലേക്ക് സോൾട്ട് ഇട്ടിട്ട് പ്രിസത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽ ആവുന്നുണ്ടോ? ഒറ്റ തവണ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽ ആവുന്നുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. 2 തവണ ചിലപ്പോൾ ഫിൽ ആയിട്ടുണ്ടോ? when we tried 2 times, അപ്പോഴും ആയിട്ടില്ല. ഇനി 3 തവണ ചെയ്യുമ്പോൾ, ഇൻ പ്രാക്ടിക്കൽ 3 തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രിസം കംപ്ലീറ്റ്ലി ഫിൽ ആവും. നമ്മൾ ചെയ്തതിലുള്ള 2-3 പ്രാക്ടിക്കൽ എറേഴ്സ് കാരണമാണ് കംപ്ലീറ്റ് ഫില്ലിങ് നമുക്ക് കിട്ടാനായിട്ട്. 3 തവണ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഫിൽ ആവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിലാണ് നമുക്ക് അടുത്ത കൺക്ലൂഷനിലേക്ക് വരണ്ടേ. ഫോർ ദാറ്റ് ഐ വിൽ ഗിവ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. അത് വെച്ചിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ കേട്ടോ. നോട്ട്ബുക്കിലേക്ക് ഇനി അവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ മാറ്റിക്കോ. നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. Write the answers of these questions. ക്വസ്റ്റ്യൻസ് വേഗം ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ചെയ്യണം കേട്ടോ. ആക്ടിവിറ്റിയുടെ താഴെ ക്വസ്റ്റ്യൻ എന്ന് കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് എഴുതുക. ക്യൂബോർഡ് എന്ന് ഉദ്ദേശിക്കുന്ന പ്രിസം ആണേ. ക്യൂബോർഡ് എന്ന് ഉദ്ദേശിക്കുന്ന സ്ക്വയർ പ്രിസം തന്നെയാണ് കേട്ടോ.
ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, ബാക്കി ഞാൻ പറയാം. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, ബാക്കി ഞാൻ പറയാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. Speed out, 30 seconds more to complete. ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക, വേഗം വേഗം. Okay, right. On the first question answer കേൾക്കട്ടെ അൻഷിതേ. How many times square pyramid is used to fill the square prism completely? 3. 3 times. If so, volume of square prism is dash times volume of square pyramid. ചിന്തിച്ച് നോക്കാടോ, എന്താ ക്വസ്റ്റ്യൻ എന്ന് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യുക. വോളിയം ഓഫ് സ്ക്വയർ പ്രിസം ഈസ് ഡാഷ് ടൈംസ് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം പിരമിഡിന്റെ വോളിയത്തിന്റെ എത്ര ടൈംസ് ആണ് എന്നാണ് ചോദ്യം. നൗറൻ ഫാത്തിമ. 3 times. കോമൺ സെൻസ് ആണ് അല്ലേ? കാരണം പിരമിഡിൽ 3 തവണ നമ്മൾ ഈ പറഞ്ഞ ഉപ്പ് എടുത്തിട്ടിട്ടപ്പോഴാണ് പ്രിസം കംപ്ലീറ്റ് ആയത്. അപ്പൊ പിരമിഡിന്റെ ഉള്ളിൽ എത്ര സ്പേസ് ഉണ്ടോ അതിന്റെ 3 ഇരട്ടി സ്പേസ് എവിടെയുണ്ട്? പ്രിസത്തിന്റെ ഉള്ളിലുണ്ട്. ശരിയല്ലേ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ ആണല്ലോ അല്ലേ? പിരമിഡിന്റെ ഉള്ളിലുള്ളതിനേക്കാൾ 3 ഇരട്ടി സ്പേസ് പ്രിസത്തിനുണ്ട്. ഒരു കാര്യം നമ്മൾ തുടക്കത്തിലേ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു, നമ്മൾ എടുത്തിരിക്കുന്ന പിരമിഡിനും പ്രിസത്തിനും ഒരേ പൊക്കവും ഒരേ ബേസും ആണ് അല്ലേ? അല്ലെങ്കിൽ പറയാനൊന്നും അർത്ഥമില്ല കേട്ടോ. പിരമിഡിന്റെ ഡയമെൻഷൻ ഏതോ ഒരു കോലത്തില്, പ്രിസത്തിന്റെ വേറൊരു കോലത്തില്, നമുക്ക് കമ്പാരിസണിൽ വലിയ അർത്ഥമില്ല. ഇവിടെ പിരമിഡും പ്രിസവും ഒരേ ബേസ് ആണ്, ഒരേ പൊക്കമാണ്, അതുകൊണ്ട് നമുക്ക് ഈ കമ്പാരിസൺ ഒക്കെ നടത്താൻ പറ്റും. റൈറ്റ്? ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ഫോർമുല ഡിറൈവ് ചെയ്യാന്നുള്ളത്. അതിന് ഈ വോളിയം ഓഫ് സ്ക്വയർ പ്രിസത്തിന്റെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഡെറിവേഷൻ ചെയ്യാൻ പറ്റൂ. വോളിയം ഓഫ് സ്ക്വയർ പ്രിസം എന്താണ്, അതിന്റെ ഫോർമുല എന്താണ്? അത് ആക്ച്വലി നിങ്ങൾ പഠിക്കുന്നത് 9th വോളിയം ഓഫ് സ്ക്വയർ പ്രിസം. എനിവൺ ആരെല്ലാം ഓർക്കുന്നുണ്ടോ? സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് ബിയും ഹൈറ്റ് എച്ചും ആണെങ്കിൽ അവന്റെ വോളിയത്തിന്റെ ഫോർമുല. നമുക്കത് എങ്ങനെ ഒരു സ്ക്വയർ പ്രിസം ഉണ്ട് സപ്പോസ്, ഞാൻ ചോദിക്കാം കേട്ടോ, ഇങ്ങനെ സ്ക്വയർ പ്രിസം നമുക്കുണ്ടെന്ന് സപ്പോസ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ പ്രിസവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. We have a square prism like this. ഈ സ്ക്വയർ പ്രിസത്തിന്റെ വോളിയത്തിന്റെ ഫോർമുല, ഈ സ്ക്വയർ പ്രിസം നമുക്കുണ്ടെങ്കിൽ ഇവന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കറക്റ്റ് ഒരു ഫോർമുല ഇവന്റെ വോളിയത്തിനുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഇതല്ലേ, ഇതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സ്ക്വയർ പ്രിസത്തിന്റെ ഷേപ്പ്. ഇവന്റെ വോളിയത്തിന്റെ ഫോർമുല ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. 1, 2, 3, 4 വേറെ സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം അറിയാവുന്നവര്. ഇവന്റെ പ്രിസത്തിന്റെ ബേസ്, ഈ കാണുന്ന ബേസ് ബി ആണ്, ഈ കാണുന്ന ഹൈറ്റ് എച്ച് ആണ്. ബേസ് ബിയും ഹൈറ്റ് എച്ചും, ബേസ് ബിയും ഹൈറ്റ് എച്ചും. അങ്ങനെയാണെങ്കിൽ വോളിയം ശരി ഒന്ന് പറയാം കേൾക്കട്ടെ. എന്താണ് എൽസിയത്തെ ഫോർമുല? വോളിയം ഈക്വൽ ടു
ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ് പ്രിസത്തിന്റെ വോളിയത്തിന്റെ കോമൺ ഫോർമുല. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് സ്ക്വയർ ആവുമ്പോൾ ബേസ് ഏരിയ എന്ത് വരും? ബേസ് സ്ക്വയർ ആവുമ്പോൾ ബേസ് സ്ക്വയർ ആയതുകൊണ്ട് ബേസ് ഏരിയ പറഞ്ഞോ ബി സ്ക്വയർ. ബി സ്ക്വയർ. അപ്പൊ ടോട്ടൽ ഫോർമുല ബി സ്ക്വയർ ഇൻറ്റു എച്ച് ആണ് സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം കേട്ടോ. സ്ക്വയർ പ്രിസം മാറിപ്പോരുതേ. നമുക്കിവിടെ എന്താ എഴുതാൻ പറ്റുക നോക്കി. വോളിയം ഓഫ് സ്ക്വയർ പ്രിസം ഈസ് 3 times വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് എന്ന് കിട്ടി. നമുക്ക് ഇവിടെ നിന്ന് എഴുതാം വോളിയം ഓഫ് സ്ക്വയർ പ്രിസം. വോളിയം ഓഫ് സ്ക്വയർ പ്രിസം ഈക്വൽ ടു ഈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 3 times വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്. ശരിയല്ലേ? ഇതില് ഈ കാണുന്ന ആൾക്ക് വോളിയം ഓഫ് സ്ക്വയർ പ്രിസത്തിന് ഇപ്പൊ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുക. ഈക്വൽ ടു 3 times എന്നൊക്കെ ഇവിടെ സ്റ്റെപ്പ് വരും. 3 ഇപ്പുറത്തേക്ക് മാറ്റുക. അപ്പൊ വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് നമുക്കൊരു ഫോർമുല കിട്ടും. ചെയ്ത് നോക്കിയാൽ വേഗം എവരിവൺ. 1 minute മാക്സിമം. ഒന്ന് ഡിറൈവ് ചെയ്ത ഫോർമുല ടു ഫൈൻഡ് വോളിയം. സ്പീഡ്. Thirty seconds more. 30 seconds. റൈറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ ഫൈനൽ വീഡിയോ ചെയ്യാ? വോളിയം ഓഫ് സ്ക്വയർ പിരമിഡിന്റെ ഫോർമുല എന്താ കിട്ടിയ ഫൈനൽ? ബി സ്ക്വയർ എച്ച് ബൈ 3. ബി സ്ക്വയർ എച്ച് ബൈ 3 കിട്ടും എല്ലാവർക്കും. ബി സ്ക്വയർ എച്ച് ബൈ 3 സിമ്പിൾ ആണ്. വോളിയം ഓഫ് സ്ക്വയർ പ്രിസം ബി സ്ക്വയർ എച്ച് നമുക്ക് തൊട്ട് മുമ്പ് കിട്ടി. 3 ഇൻറ്റു വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് എന്ന് വരും. 3 ഇപ്പുറത്തേക്ക് മാറ്റിയാൽ ബി സ്ക്വയർ എച്ച് ബൈ 3. 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബി സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്. ഓക്കെ റൈറ്റ്. So this we can write as a conclusion. Conclusion: the volume of a square pyramid, the volume of a square pyramid, the volume of a square pyramid with a base B, with a base B and a height h and height h is given by volume equal to നമ്മളെ ഫോർമുല എങ്ങനെയാണ് എഴുതുക? 1/3 b square h. Volume equal to 1/3 b square h. One by 3 b square h. ഇതില്ലേ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. നെക്സ്റ്റ് എക്സസൈസ് കംപ്ലീറ്റ് നമുക്ക് ഈ ഫോർമുല ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ. 1/3 b square h. ബി ബേസ് ആണ്, എച്ച് ഹൈറ്റ് ആണ്. സർഫസ് ഏരിയയുടെ ഫോർമുല എന്തായിരുന്നു? സർഫസ് ഏരിയ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചേ. യഹിയ സർഫസ് ഏരിയ എന്തായിരുന്നടാ? b square 2bl. b square plus 2bl.
ഇതായിരുന്നു സർഫസ് ഏരിയ കേട്ടോ. അതും വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഒരു സംശയമില്ല. വോളിയം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സർഫസ് ഏരിയയും. ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തില്ല എന്നുള്ളൂ. ഓക്കെ, 1/3 b²h ആണ് വോളിയം ഓഫ് ദ പിരമിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. വോളിയത്തെ കുറിച്ച് 1-2 വർത്തമാനങ്ങളോടെ ഞാൻ പറഞ്ഞോട്ടെ കേട്ടോ. വോളിയം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്തപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മളുടെ പിരമിഡിനുള്ളിൽ നമുക്ക് കുറേ സ്പേസ് ഉണ്ട് അല്ലേ. നമുക്ക് ഉപ്പോ വെള്ളമോ പഞ്ചസാരയോ അരിയോ വാട്ടെവർ ഇറ്റ് മേ ബി, അതെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതിനെല്ലാം ഒക്കുപ്പൈ ചെയ്യാൻ പറ്റിയ കുറേ സ്പേസ് നമുക്ക് പിരമിഡിനുള്ളിലുണ്ട്. അപ്പൊ പിരമിഡാണെങ്കിൽ പിരമിഡിനുള്ളിൽ ഉണ്ടാവും, പ്രിസം ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഏത് 3 ഡയമെൻഷണൽ ഷേപ്പ് ആണെങ്കിലും അതിനുള്ളിലല്ല. ഇപ്പൊ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ അതിന്റെ എക്സാമ്പിളാണ്. നമ്മൾ അടുക്കളയിൽ പല പല ഐറ്റംസ് ഇട്ട് വെക്കാൻ പല ടൈപ്പ് പല ഷേപ്പുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ. വെള്ളം കുടിക്കാൻ നമ്മൾ പല ഷേപ്പുള്ള ബോട്ടിൽസ് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ എല്ലാം ഉള്ളിൽ കുറേ സ്പേസ് ഉണ്ട്. സ്പേസ് ടു ഓക്കുപ്പൈ, വെള്ളം ആവട്ടെ വേറെ എന്തോ ആയിക്കോട്ടെ, അതിന് ഓക്കുപ്പൈ ചെയ്യാൻ കുറെ സ്ഥലമുണ്ട്. ഈ സ്പേസ് നമ്മൾ വിളിക്കുന്നത് വോളിയം. എത്ര സ്പേസ് ഇവൻ ഓക്കുപ്പൈ ചെയ്യാനുണ്ട്. നമ്മൾ വീട്ടിൽ വാട്ടർ ടാങ്ക് ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, വീട്ടിൽ നമ്മുടെ എന്താ പറയാ റൂഫിന്റെ മുകളിൽ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ടാവും അല്ലെ, വെള്ളം സ്റ്റോർ ചെയ്യാൻ. ഈ വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി എഴുതിയിട്ടുണ്ടാവും 750 ലിറ്റർ, 1000 ലിറ്റർ, 500 ലിറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ടാങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലാസ്റ്റിക് ടാങ്ക് ആണെങ്കിൽ അതിന്റെ ചുറ്റിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും ഈ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സ്പ്രൈറ്റിന്റെ ഒക്കെ ബോട്ടിൽ വാങ്ങുമ്പോൾ, സ്പ്രൈറ്റും പെപ്സിയും കൊക്കോളയൊക്കെ വാങ്ങുമ്പോൾ 500 ml, 750 ml, 1 ലിറ്റർ എന്നൊക്കെ എഴുതും. ശരിയല്ലേ? ഇത് ഡിനോട്ട് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റി ഇതിൽ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഈ കണ്ടെയ്നർ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽ, അതിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഒക്കുപ്പൈ ചെയ്യാം, അതിന്റെ വോളിയം എത്ര. നമ്മുടെ ടോപ്പിക്കിനെ കണക്ട് ചെയ്താൽ ഇതിന്റെ വോളിയം എത്ര, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി 500 ലിറ്റർ എന്ന് പറഞ്ഞാൽ 500 ലിറ്റർ വെള്ളം അതിൽ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും. 500 ലിറ്റർ വെള്ളം കൊള്ളാനുള്ള സ്പേസ് അതിനുള്ളിലുണ്ട്. ഇതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇതാണ് വോളിയം എന്ന് പറഞ്ഞ ഐഡിയ കേട്ടോ. റൈറ്റ്, ഇനി നമുക്ക് ഈ വോളിയം എങ്ങനെ നമ്മുടെ പ്രോബ്ലംസിൽ വരും, നമ്മൾ എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുക, ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ഇതുപോലത്തെ കുറെ കാര്യങ്ങളാണ് കണക്ട് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേർക്ക് നേരെ നമുക്ക് ബേസും ഹൈറ്റും കാര്യങ്ങളൊക്കെ തരും, വോളിയം കണ്ടുപിടിക്കുക, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വരുന്നത് കണക്റ്റിംഗ് റേഷ്യോ. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ വരുന്നത് മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്. ഇങ്ങനെ 3 കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോപ്പിക്കിൽ നിന്ന് വരിക. ഇത് ശരിക്കും നമ്മൾ പിരമിഡിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ഡെപ്തി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ ഇതേ ടൈപ്പിന് എവിടെ വരുന്ന അറിയോ, കോണിൽ റിപ്പീറ്റ് ചെയ്യും. ഇതിപ്പോ നിങ്ങൾ അതിന്റെ ഇപ്പൊ നമ്മൾ പഠിച്ച ആ ഒരു പാറ്റേൺ നിങ്ങൾ എടുത്ത് നോക്കി. പിരമിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിരമിഡിന്റെ ഡയമെൻഷൻസ് നമ്മൾ പഠിച്ചു, സർഫസ് ഏരിയയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ ചെയ്തു, ഇപ്പൊ വോളിയത്തിലേക്ക് വന്നു. ശരിയല്ലേ? ഇനി അടുത്ത ഷേപ്പ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഷേപ്പിന്റെ പേരെന്താ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള? വാട്ട്സ് നെക്സ്റ്റ് കേസ് അഫിൻ? ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത കേസ് ഏതാണ് നമുക്ക് പഠിക്കാനുള്ള? പ്രിസോ. ടെക്സ്റ്റ് ബുക്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളതോ? മറിച്ചു നോക്കി, ഈ പിരമിഡിന്റെ വോളിയം കണ്ട അടുത്ത പേജിൽ തന്നെ അടുത്ത ഷേപ്പ് ഒന്ന്. ഇനി നമുക്ക് അടുത്തതായി പഠിക്കാനുള്ള വോളിയത്തിന്റെ എക്സസൈസ് കഴിഞ്ഞ പിന്നെ പഠിക്കാനുള്ള കോൺ എന്ന് പറഞ്ഞ പോലെ. കോണിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഇതേ പാറ്റേൺ. ആദ്യം നമ്മൾ കോണിന്റെ ഡയമെൻഷൻ ആരൊക്കെ. അപ്പൊ നമ്മൾ പിരമിഡിന്റെ കേസിൽ ബേസ്, ലാറ്ററൽ എഡ്ജ്, സ്ലാന്റ് ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അതുപോലെ നമ്മൾ കോണിലേക്ക് ചെല്ലുമ്പോൾ റേഡിയസ്, സ്ലാന്റ് ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ പഠിക്കും. ഡയമെൻഷൻ പഠിച്ച പിന്നെ നേരെ നമ്മൾ പഠിക്കുന്നത് സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം. b² + 2bl പഠിച്ച പോലെ അവിടെ നമുക്ക് πr² + πr എന്നൊരു ഫോർമുല ഉണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന നേരെ കോണിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ കോണിന്റെ വോളിയം ഡിസ്കസ് ചെയ്യുമ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ റേഷ്യോ വെച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ റേഷ്യോയുടെ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗിന്റെ ഒക്കെ പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഇവിടെ ഈ ടോപ്പിക്കിൽ നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ അവിടെ പിന്നെ ഡിസ്കഷൻ ഒരുപാട് സമയം കളയില്ല. അതുപോലെ നേർക്ക് നേരം അവിടെ നമുക്ക് ഫോമിലേക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ, ഐഡിയ അല്ലെങ്കിൽ കൺസെപ്റ്റ് മാറുന്നില്ല. ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ തുടങ്ങാം കേട്ടോ. എഴുതിക്കോ താഴെ എക്സാമ്പിൾ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങിയാൽ മതി. ഫൈൻഡ് ദ വോളിയം ഓഫ് എ പിരമിഡ്. ഫൈൻഡ് ദ വോളിയം ഓഫ് എ പിരമിഡ് with the base and a height, with the base and a height
10 centimeter and 12 centimeter respectively. 10 centimeter and 12 centimeter respectively. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് പണി എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ തന്നിരിക്കുന്ന വാല്യൂസ് ആരുടെയൊക്കെയാണോ അതിനെ സിമ്പൽ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ പണി. നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ എക്സസൈസിലൊക്കെ ചെയ്ത അതേ കാര്യം തന്നെയാണ് കേട്ടോ. ഇവനെ നമുക്ക് തന്നിരിക്കുന്ന ആളെ സിമ്പൽ ഉപയോഗിച്ച് എഴുതുക. എഴുതിക്കുക വേഗം. സിമ്പൽ ഉപയോഗിച്ച് തന്നിരിക്കുന്ന ആരാന്ന് എടുത്തെഴുതുക. ഒന്ന് പറയാം, സിമ്പിൾ വെച്ചിട്ട് തന്നിരിക്കുന്ന ആരൊക്കെയാണ് കേൾക്കട്ടെ? ഇബ്രാഹിം ബാദുഷാ. ബേസ് 10 സെന്റിമീറ്റർ. ബേസിന്റെ സിമ്പിൾ പറടാ. സിമ്പിൾ B10. പിന്നെ H12 സെന്റിമീറ്റർ. H12 സെന്റിമീറ്റർ. ഓക്കെ. അപ്പൊ B നമുക്ക് 10 ഉണ്ട്, H നമുക്ക് 12 ഉണ്ട്. ഇങ്ങനെ നമുക്ക് രണ്ട് ഡേറ്റാസ് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് പ്രോബ്ലം ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മൾ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്നറിയോ? വോളിയത്തിന്റെ ഫോർമുലയിൽ ആരൊക്കെയാ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കുക. വോളിയത്തിന്റെ ഫോർമുല. ഓക്കെ, വി ഹാവ് ദ ഫോർമുല ഫോർ വോളിയം ഈസ് 1/3 B²H അല്ലേ? അപ്പൊ ആ ഫോർമുലയിൽ വരുന്ന വേരിയബിൾസ് ആരൊക്കെയാണ്? ഫോർമുലയിൽ വരുന്ന വേരിയബിൾസ് സേറ B² and H. കുറെ കൂടെ സിമ്പിൾ ആക്കി പറയാം, B വെച്ചു. ബീനെ സ്ക്വയർ ചെയ്താൽ മതിയല്ലോ. അപ്പൊ വേരിയബിൾ നമുക്കുള്ളത് ബിയും എച്ചും ആണ്. അപ്പൊ ബേസിന്റെ വാല്യൂവും ഹൈറ്റിന്റെ വാല്യൂവും അറിയാമെങ്കിൽ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. റെഡിയാ? അപ്പൊ നമ്മളിവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ബേസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. വോളിയത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/3 B²H ആണ്. ഇതിലേക്ക് ആവശ്യമായ ബി നമുക്കറിയാം, എച്ച് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കോ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വോളിയം ഈക്വൽ ടു നിർബന്ധമായും ഫോർമുല എഴുതണം, ഒരു സംശയമില്ല. 1/3 B²H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/3 ഇൻറ്റു ബിയുടെ വാല്യൂ എത്രയാ? ബേസ് എത്രയാ? വാല്യൂ ഓഫ് ബേസ് പറഞ്ഞടാ അമീൻ ഷാജി. ബേസ് എത്രയാ? 10². ബേസ് 10 ആണ്. അപ്പൊ B² എന്ന് പറയുമ്പോൾ 10². ഹൈറ്റ് നമുക്ക് ഓൾറെഡി കൃത്യമായിട്ട് അവിടെ കിടപ്പുണ്ട്. അൽസാബത്ത് എത്രയാണ്? 12. ഹൈറ്റ് 12 ആണ്. ഇനി ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടോ, നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യാണ്. 3ഉം 12ഉം കട്ട് ചെയ്യാൻ പറ്റിയ വാല്യൂസ് ആണ്. അപ്പൊ 4 വരും. 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇൻറ്റു 4 400 വന്നു. ഓക്കെ, 400 ആൻസർ വന്നു. നീ കേട്ടോ, സർഫസ് ഏരിയ ആയിരുന്നപ്പോൾ നമ്മൾ യൂണിറ്റ് എന്താ എഴുതിയ ഫൈനലിൽ? സർഫസ് ഏരിയയുടെ കേസിൽ ഹാരിസ യൂണിറ്റ് എന്തായിരുന്നു സർഫസ് ഏരിയയിൽ? സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. വോളിയത്തിന്റെ യൂണിറ്റ് എന്താടാ ഹാരിസ തന്നെ? വോളിയം ക്യൂബിക് സെന്റിമീറ്റർ അല്ലെ ക്യൂബിക് മീറ്റർ എന്നൊക്കെ നമ്മൾ പറയാം. അതിന് നമ്മൾ തിരിച്ചും പറയും സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് ഫോർമുല. ഇതിട്ടോ യൂണിറ്റ് കേട്ടോ. ക്യൂബ് എന്നതിന്റെ റീസൺ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ നമ്മൾ B² വെച്ചല്ല ചെയ്യുന്നത്, B² വെച്ച്. അപ്പൊ നമ്മൾ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ അത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. 1/3 അവിടെ കിടന്നോട്ടെ. B²H എന്ന് പറയുന്നതാണ് സംഭവം, റൈറ്റ്? അപ്പൊ നമ്മൾ ലെങ്തിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യാം, ശരിയല്ലേ? 3 തവണ. ഈ ലെങ്ത് സെന്റിമീറ്റർ ആണ്, ഈ ലെങ്ത്തും സെന്റിമീറ്റർ ആണ് യൂണിറ്റ്, ഈ ലെങ്ത്തും സെന്റിമീറ്റർ ആണ്. 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫോർമുലയിൽ എന്ത് വന്നേ? സോറി, യൂണിറ്റ് എന്ത് വന്നേ? സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു. ഏരിയ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഏരിയയിൽ നമ്മൾ ബേസ് ഏരിയ കണ്ടുപിടിക്കുക. ബേസ് ഏരിയയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ B² അല്ലേ? അവിടെ നമ്മൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഫോർമുല എടുത്തപ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എടുത്തേ. 1 സെന്റിമീറ്റർ ഇൻറ്റു 4 സെന്റിമീറ്റർ സ്ക്വയർ വരുള്ളൂ. ഇവിടെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെന്റിമീറ്റർ ക്യൂബ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരില്ല കേട്ടോ. ജസ്റ്റ് യൂണിറ്റ് മാറിയത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. സോ നോട്ട് ചെയ്ത് വെച്ചു എങ്ങനെയാ പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ളത്. പറഞ്ഞോ. സാർ ഇപ്പൊ 12 10² സ്ഥാനത്താണ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. പറയാം. ഞാൻ ക്വസ്റ്റ്യൻ തരാം.
ഇത് കഴിഞ്ഞോ എല്ലാവരും? പെട്ടെന്ന് നോട്ട് ചെയ്തേ. ബാക്കി പറഞ്ഞോട്ടെ ശാലായി. ഓക്കെ ശരി. ഈ ബേസ് 10ഉം ഹൈറ്റ് 12ഉമായ ആളെ എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? നമ്മൾ ഈ പ്രോബ്ലത്തിൽ എഴുതിയിരിക്കുന്ന ബേസ് 10ഉം ഹൈറ്റും 12ഉമായ ആളെ എവിടെയെങ്കിലും നമുക്ക് പരിചയമുണ്ടോ? എവിടെ ഭീമനാവാസ്, എവിടെ പരിചയമുള്ളേ? ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് തൊട്ടപ്പുറം പിരമിഡ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പിരമിഡിന്റെ വോളിയമാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. 400 സെന്റിമീറ്റർ ക്യൂബ്. അതാണ് അതിനുള്ളിലുള്ള സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. ആൻഡ് വോളിയം ഓഫ് എ പിരമിഡ്. And the volume of a pyramid with a base and a height, base and a height 12 centimeter and 10 centimeter, 12 centimeter and 10 centimeter respectively. 12 centimeter and 10 centimeter respectively. കൃത്യമായിട്ട് എടുത്ത് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിമ്പിൾ ഉപയോഗിച്ച് എടുത്ത് എഴുതുക, ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. കേട്ടോ. 30 seconds more to complete. More. ഓക്കെ, എന്താ ചെയ്തപ്പോ ആൻസർ വന്ന അൻഷിതേ? ഫൈനൽ ചെയ്തില്ലേ? എന്നെ താമസം എന്തൊക്കെയാ തന്നിട്ടില്ല പറഞ്ഞ കേക്കട്ടെ. ബേസും ഹൈറ്റും തന്നിട്ടുണ്ട്. പറയ്, സിമ്പിൾ പറ. ബി 12 സെന്റിമീറ്റർ, ശരി. എച്ച് 10 സെന്റിമീറ്റർ. ഇനി എന്തിനാ കിട്ടാതെ? ഫോർമുല എന്താ വോളിയത്തിന്റെ? വോളിയം is equal to 1/3 സ്ക്വയർ എച്ച്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? ഇല്ല. എന്തേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്ത? അതിന് എന്താ ഡൗട്ട്? എന്താ ഡൗട്ട് ചോദിക്ക്. അമീൻ ചോദിച്ചു എന്താ ആൻസർ വന്നേ? 40. 40. നമുക്ക് ചെക്ക് ചെയ്യണം. അൽസാബിന് എന്താ ആൻസർ കിട്ടിയേ? വേഗം മൾട്ടിപ്ലൈ. ഡെസിമൽ വരില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ഹാരി സൈമോൻ എത്ര ആൻസർ കിട്ടി? 450 സെന്റിമീറ്റർ ക്യൂബ്. 480 ആണോ? 480 ആണോ? അഫിന് എത്ര കിട്ടി? മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടിയില്ല എന്നല്ല, ഇത് എന്നെ അതിന് ചെയ്യാനുള്ള ചുമ്മാ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. 8ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ മാത്സ് ഇനി ഞാരെ കാത്തിരിക്കുക. 160 160 എക്സ്പെക്ട് ചെയ്ത ആൻസർ ആണ്. 160. 480 ആൻസർ കിട്ടിയ ആരൊക്കെ ഉണ്ട്? 480 ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ വീഡിയോയില്.
ശരി 160 ആൻസർ കിട്ടിയ ഒരു 160 കിട്ടിയ ഒരു 160 സാധ്യതയുണ്ട് കേട്ടോ, സാധ്യതയുണ്ട്. 160ക്ക് ചാൻസ് ഉണ്ട്. 160 അത് ഏതെങ്കിലും ഒരു ആൻസർ ആവാനാണ് സാധ്യത. ഓക്കെ കേട്ടോ, ഇതേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കേസാണ്. എന്താ വിഷയം എന്ന് അറിയാം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു ബേസ് എത്രടാ 12 ആണ്. അപ്പൊ 12 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 10 അല്ലേ. എന്നിട്ട് എങ്ങനെയാ അടുത്ത സ്റ്റെപ്പ് ചെയ്താ പറഞ്ഞേ? എഹിയ 3യും 12ഉം കട്ട് ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 12ന്റെ മുകളിൽ എന്താ കിടക്കുന്ന 12 സ്ക്വയർ എന്നാ. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും 3യും 12ഉം വെട്ടിയിട്ട് ഇതിനെ 4 സ്ക്വയറിന് 2 എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതുമ്പോഴാണ് 16 × 10 160 എന്നൊക്കെ ആൻസർ കിട്ടുക. അത് മിസ്റ്റേക്കാണ്, തെറ്റും. നമ്മളോട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 12 സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം. 1/3 ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു h എന്നാണ് നിലവിലുള്ള 1/3 ഇൻറ്റു 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 × 12 ഇൻറ്റു 10. ഇനി നമുക്ക് വെട്ടാം, 3യും 12ഉം വെട്ടാം. അപ്പോൾ 4 കിട്ടും. 12 ഇൻറ്റു 4 48 ആണ്. 48 ഇൻറ്റു 10 480 ആണ്. ഇതാണ് ഫൈനൽ ആൻസർ. 480 സെന്റിമീറ്റർ. പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. സ്ക്വയറിൽ ഇപ്പൊ അത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ അങ്ങനെ വരും. അതായത് സ്ക്വയർ ടൈമിലായിരിക്കും ചിലപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ഉണ്ടാവുക. ഒരു കാരണവശാലും സ്ക്വയർ ടൈമിന് ഡയറക്റ്റ് കയറി വെട്ടരുത്, സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വെട്ടാവുക. ഹൈറ്റിലാണ് 3യുടെ മൾട്ടിപ്പിൾ എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് നേരെ കയറി വെട്ടാം, പ്രശ്നമില്ല. ഇവിടെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അതിനെ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ എഴുതി വെക്കണേ. ഈ എക്സാമ്പിളൊക്കെ ചെയ്യുന്നത് നമുക്ക് എക്സസൈസിലേക്ക് വന്നു കഴിയുമ്പോൾ കൂടുതൽ ഡൗട്ട് വരാതിരിക്കാനാട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിയുന്ന പോലെ എഴുതി വെച്ചോളൂ. എക്സസൈസിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ ഡൗട്ട് ഉണ്ടാവരുത്. അതിനു മുമ്പ് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തോളൂ. റൈറ്റ്, കംപ്ലീറ്റ് ആയല്ലേ? അടുത്ത എക്സാമ്പിൾ എഴുതിക്കോ. In the volume of a square pyramid, find the volume of a square pyramid with the base and height, with base and height 4 centimeter and 5 centimeter respectively. 4 centimeter and 5 centimeter respectively. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്പീഡിന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് പറയേണ്ട കാര്യങ്ങൾ കേൾക്കട്ടെ. ഇബ്രാഹിം ബാദുഷ, എങ്ങനെ നമുക്ക് തന്നേക്കുന്ന ആരൊക്കെ വാല്യൂസ് ഉണ്ട്? ബിയും എച്ചും. ബി 4 H5. B4 H5. ശരി, B4 H5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എന്തായി? ഫൈനൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ കഴിഞ്ഞല്ലേ? മൾട്ടിപ്ലൈയിങ്. ഡെസിമലിലേക്കൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ, ഡെസിമലിലേക്കൊന്നും കൊണ്ടുപോകേണ്ടതില്ല ആൻസറിനെ. ഡിവൈഡ് ചെയ്ത് ഡെസിമൽ ഒന്നും ആക്കേണ്ടതില്ല. അയാൻ പറയടാ, ഫൈനൽ എന്താ കിട്ടി? 80 80 എന്നാണോ പറഞ്ഞേ? 80 എന്നല്ല, 80 അല്ലല്ലോ അവര്. എൽദോ സജി 80/3 ആണോ? 80/3. തഫ്സിയ
241 centimeter. 241. ഫാത്തിമ ബി എ. സാർ ഡിവൈഡ് ചെയ്തോണ്ടിരിക്കുക. ഡെസിമലിലേക്ക് കൊണ്ടുപോകേണ്ട പോലെ ഇത് പറഞ്ഞാൽ മതി. ഇപ്പൊ നിലവിൽ കിട്ടിയേക്കുന്ന പറഞ്ഞാൽ മതി. 80/3. ഓക്കെ, നമുക്ക് നോക്കാം. തഫ്സി എന്ന് പറഞ്ഞ വാല്യൂസ് കേട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം ഈക്വൽ ടു 1/3 into 4 square into 5. 1/3 ബി സ്ക്വയർ എച്ച് ആണ്. 1/3 into 4 സ്ക്വയർ into 5. എങ്ങനെ സിംപ്ലിഫൈ ചെയ്തേ? 1/3 into ആ 16 into 5. അപ്പൊ എന്താ വരിക? 1/3 into 80. ഇനി ഇവനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? 1/3 into 80 എന്ന് പറയുന്ന ആളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 1 പ്ലസ് അല്ലേ 240/3 ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും ഐ തിങ്ക്. ആണോ? അതെ. ഇവിടെ കിടക്കുന്നത് ഞാൻ ഇത് ചോദിക്കാൻ കാരണം നമ്മളല്ലേ, ഇതെല്ലാം നമ്മൾ ഇവിടെ വരുത്തുന്ന കുറേ ചെറിയ ചെറിയ മിസ്റ്റേക്സാണ്. അപ്പൊ ഇതൊന്നും നമ്മളുടെ വോളിയത്തിന്റെ ഫോർമുലയുമായി ബന്ധപ്പെട്ടതോ പിരമിഡുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫൈനൽ ആൻസറിലേക്ക് ഇതുപോലത്തെ കുറേ മിസ്റ്റേക്സ് വരും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ പ്ലസ് ആണെങ്കിൽ തഫ്സീർ പറഞ്ഞ കറക്റ്റാണ്. 1/3 പ്ലസ് 80 ആണെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്തൊക്കെ കറക്റ്റ് ആണ്. ഇപ്പൊ പ്ലസ് അല്ലല്ലോ, ഇൻറ്റു അല്ലേ, നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 80/3. ഇവിടെ നമ്മളിങ്ങനെ നിർത്തിയാൽ മതി. കാരണം ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂ ബേസും ഹൈറ്റും 3യുടെ മൾട്ടിപ്പിൾസ് അല്ല. ബേസും ഹൈറ്റും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയ വാല്യൂസ് അല്ല. 80/3 നിർത്തിയാൽ മതി. ഡെസിമലിലേക്ക് ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഈവനിങ് ക്ലാസ്സിന് ടൈം എങ്ങനെയാ മെസ്സേജ് വന്നത് ഇന്നലെ? കേട്ടില്ല. എനിവൺ ഒരാളൊന്ന് 4:45 to 6:15 അല്ലേ? അറിയത്തില്ല, എനിക്ക് അങ്ങനെ നോക്കിട്ട് പറഞ്ഞാൽ മതിയോ? അല്ല 3 to 4:30. എനിക്കത് ഡൗട്ട് വന്നത്. ഓക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ക്ലാസ്സിന് എന്തായാലും, കാരണം നാളെ സൺഡേയിൽ ക്ലാസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈവനിങ് ഒരു സെഷനോടെ വെച്ചേക്കുന്നത് കേട്ടോ. ടൈം ഞാൻ പറയാം, നമുക്ക് ഇനി സമയമുണ്ടല്ലോ. ഞാൻ പറയാം, ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഇത് നോട്ട് ചെയ്ത് വേഗം. സ്പീഡ് ആവട്ടെ കേട്ടോ. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ അല്ല എങ്കിൽ നമ്മൾ ഡെസിമലിലേക്ക് ഒന്നും കൊണ്ടുപോകേണ്ടതില്ല. ഈ 80/3 എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് 16 പോയിന്റ് എന്നൊന്നും ആൻസറിലേക്ക് എത്തിക്കണ്ട. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്, ബേസും ഹൈറ്റും തരുന്നു. അതിൽ ഹൈറ്റ് 3യുടെ മൾട്ടിപ്ലൈ വരുന്ന കേസ് ചെയ്തു. ബേസ് ആൻഡ് ഹൈറ്റിൽ ബേസ് വരുന്ന കേസ് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ മൂന്നാമത്തെ കാറ്റഗറി ഇപ്പോ കട്ട് ചെയ്യാൻ പറ്റാത്ത കേസും ചെയ്തു. ക്ലിയർ? ഓക്കെ. ഇനി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ ക്ലാസ് വൈകിട്ട് 3 to 4:30 കേട്ടോ. 3 to 4:30 മാക്സ് ചെയ്യാൻ. റൈറ്റ് കേട്ടോ. അടുത്തത് ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? ഇപ്പൊ നമുക്ക് വോളിയത്തിന്റെ ഫോർമുലയില് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ 2 മെഷർമെന്റ്സ് ആണ് കിട്ടേണ്ടത്. ഏതൊക്കെയാ അതിൽ മുഹമ്മദേ? വോളിയത്തിന് കിട്ടുന്ന 2 മെഷർമെന്റ്സ് ബേസും ഹൈറ്റും. ഇനി ക്വസ്റ്റ്യൻ വരുന്നത് ബേസും ഹൈറ്റും തരുന്നതിന് പകരം ചിലപ്പോ ബേസും സ്ലാൻഡ് ഹൈറ്റും തരും. 2 വോളിയം കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റും തരും, വോളിയം കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോ ബേസും ലാറ്ററൽ എഡ്ജും തരും. ചിലപ്പോ സ്ലാൻഡ് ഹൈറ്റും ലാറ്ററൽ എഡ്ജും തരും. ഇങ്ങനെയൊക്കെ തന്നിട്ട് നമ്മളോട് ഫൈൻഡ് ദ വോളിയം എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇപ്പൊ സപ്പോസ് നമുക്ക് ബേസും സ്ലാൻഡ് ഹൈറ്റും തന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ സപ്പോസ് ചെയ്യാം. ബേസ് തന്നിട്ടുണ്ട്, സ്ലാൻഡ് ഹൈറ്റും തന്നിട്ടുണ്ട്, നമ്മൾ വോളിയം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ കേസ് എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഹൗ വിൽ യു ട്രൈ ടു സോൾവ് ദാറ്റ് ക്വസ്റ്റ്യൻ? ഫാത്തിമ സഹല, ബേസ് ഉണ്ട്, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്, എങ്ങനെ വോളിയം കണ്ടുപിടിക്കും? ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കും? അവിടെയാണ് നമ്മൾ ഇതുവരെ പഠിച്ച റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് വീണ്ടും നമുക്ക് ആവശ്യം വരുന്നേ. അപ്പൊ ആ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ കേവലം ആ ടോപ്പിക്കിന് വേണ്ടി മാത്രം പഠിച്ചതല്ല, വോളിയത്തിന്റെ കൺസെപ്റ്റ് തീരുന്നത് വരെ നമുക്കത് ആവശ്യം വന്നേക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ നേരെ ഉപയോഗിക്കും ബേസ് ബൈ 2ഉം സ്ലാൻഡ് ഹൈറ്റും
ഹൈറ്റും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്കുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് കിട്ടിയാൽ പിന്നെ നേരെ ബേസും ഹൈറ്റുമായി വോളിയത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഈ ഇന്റർ കണക്ഷൻ ഏത് കേസ് വെച്ചിട്ടും ചോദിക്കാം കേട്ടോ. പിരമിഡിന്റെ 4 ബേസിക് പ്രോപ്പർട്ടീസ് ആയ ബേസ്, ഹൈറ്റ്, സ്ലാന്റ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജ്, ഈ 4 പേരിൽ ആരെ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ വരാം. അൾട്ടിമേറ്റ്ലി ടു ഫൈൻഡ് വോളിയം നമുക്ക് വേണ്ടത് ബേസും ഹൈറ്റുമാണ്. ഈ 2 പേരെ ഉണ്ടെങ്കിൽ നേരെ ഫോമിൽ ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും ഒരാൾ മിസ്സിംഗ് ആണെങ്കിൽ അവരെ കണ്ടെത്താനുള്ള പണി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചു. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. വാട്ട് എവർ തിങ്സ് ജസ്റ്റ് നോട്ട് ഔട്ട്. എന്തൊക്കെയാണോ വേണ്ട അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. സ്പീഡ്. ഡൗട്ട്സ് എല്ലാം ചോദിക്കുക കേട്ടോ. ഡൗട്ട്സ് എല്ലാം ചോദിക്കുക. സച്ചിനെ 1 സെക്കൻഡ്. എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതൊക്കെ ചോദിച്ചോ. നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് ബേസും ഹൈറ്റുമാണ്. അതിൽ ഏതെങ്കിലും ഒരാൾ മിസ്സിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ബേസ് ആയിരിക്കും മിസ്സിങ്, ചിലപ്പോൾ ഹൈറ്റ് ആയിരിക്കും മിസ്സിങ്, ചിലപ്പോൾ 2 പേരും മിസ്സിംഗ് ആയിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കറക്റ്റ് പൈത്തഗോറസ് തിയറം, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, സംടൈം സർഫസ് ഏരിയ ഒക്കെ കണക്ട് ചെയ്യേണ്ട വരും കേട്ടോ. ചിലപ്പോൾ നമുക്ക് സർഫസ് ഏരിയ തരും, രണ്ടധികം ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെയൊക്കെ പ്രോബ്ലംസ് നമുക്ക് വരാം. ഇതിൽ നോട്ട് ചെയ്തേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. സമയങ്ങളേതെ. ഓക്കെ, സച്ചിൻ പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങളുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. നാളെ മുതൽ നിങ്ങൾക്ക് പുതിയ ലിങ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾ കൺഫേം ചെയ്യണം നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ. ഓക്കെ, നാളെ മോർണിംഗിലേക്ക് വെക്കരുത്. ഇന്ന് തന്നെ നിങ്ങൾ കൺഫേം ചെയ്യണം ലിങ്ക് കിട്ടിയോ ഇല്ലയോ എന്ന്. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആണല്ലോ എന്താ പറഞ്ഞല്ലേ? ന്യൂ ലിങ്കിലായിരിക്കും ക്ലാസ് റൺ ചെയ്യുക. അപ്പോൾ പുതിയ ലിങ്ക് മാത്തമാറ്റിക്സിനെ കിട്ടിയ അല്ലെങ്കിൽ ഏതാണ് സബ്ജക്റ്റ് അതിന്റെ ക്ലാസ് ലിങ്ക് കിട്ടിയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യും. കംപ്ലീറ്റ് ആയല്ലേ? ബാക്കി പറയണ്ടേ? ശാലായി. ഓക്കെ, ലിസൺ. അപ്പോ ഈ പറഞ്ഞ 3 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കുള്ളത് വോളിയത്തിന്റെ തന്നെ നേരത്തെ പറഞ്ഞ 2 ഡിഫറെന്റ് ഐഡിയാസ് ആണ്. ഒന്ന് റേഷ്യോ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും മറ്റൊന്ന് മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് എന്നൊരു കൺസെപ്റ്റും ആണ്. ആ രണ്ടിലേക്കും വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ താഴെ എക്സസൈസ് തന്നെ കൊടുക്കാം. നമുക്ക് എക്സസൈസ് 3 തന്നെ കൊടുക്കാം. ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ പറഞ്ഞതിനൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ. നേരെ നമുക്ക് ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്ന ടൈപ്പ്. അപ്പൊ ചിലപ്പോൾ ഞാൻ നേരത്തെ പോലെ ബേസ് ആൻഡ് ഹൈറ്റിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിരിക്കും. അങ്ങനെ മിസ്സിംഗ് ആണെങ്കിൽ അതിനുവേണ്ട പണി എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ പണി നേരെ കൃത്യം ആലോചിച്ച് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതിൽ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യണ്ട. ക്വസ്റ്റ്യൻ ഞാൻ തരാം. നോ നീഡ് ടു ട്രൈ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ട്രൈ ദ വൺ ദാറ്റ് ഐ സ്പെസിഫൈ. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ഫോളോയിങ് സ്ക്വയർ പിരമിഡ് വിത്ത് ഗിവൺ ഡയമെൻഷൻ. ആ ഒരു ഹെഡിങ് ഒന്ന് എഴുതിക്കൂ. ഈ 3 ദിവസം ചെയ്താൽ മതി കേട്ടോ. ഡിയും ഇയും എഫും ട്രൈ ചെയ്യും. പിന്നെ തുടങ്ങിക്കട്ടെ. നിങ്ങളേതെ?
സാർ ഈ മാർക്ക് ചെയ്തിട്ട് എങ്ങനെയല്ലേ ചെയ്യണ്ടേ? അതെ, ഡിയും ഇയും എഫും. ABC ഇപ്പൊ നമ്മൾ ചെയ്ത അതേ ടൈപ്പാണ്. നേരെ ബേസും ഹൈറ്റും ഉണ്ട്, നേരെ സോൾവ് ചെയ്യാൻ. അത് വേണ്ട. Hope everyone started question D. D തുടങ്ങിയല്ലോ അല്ലേ? ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് വണ്ണിലൊന്ന് പറഞ്ഞ വാല്യൂസ് എങ്ങനെയൊക്കെയാ ഉള്ളതെന്ന് കേൾക്കട്ടെ. ആഫിൻ, ഫസ്റ്റ് വണ്ണിലെ ബേസ് 2 ആണ്, ഹൈറ്റ് 4.5. ഹൈറ്റ് 4.5 ആണ്. ഡെസിമൽ വാല്യൂസ് ഒക്കെ വരുമ്പോഴേ നമുക്ക് അതിന് നേരെ ഇൻഡിജർ വാല്യൂസ് ആക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഈ 4.5നെ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് മാറ്റാൻ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. 4.5 ഒന്ന് പറയാമോ? ഡെസിമൽ മാറ്റി നമുക്ക് അതിന് ഇൻഡിജർ ഫ്രാക്ഷൻ ആക്കാനുള്ള വഴി ഉണ്ടല്ലോ. എങ്ങനെയാ ഫാത്തിമ ബി നമുക്ക് മാറ്റാൻ പറ്റുക 4.5നെ? 4.5 into 10. 4.5 into 10 divided by 10. മുകളിലും താഴെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 45/10 എന്ന് എഴുതാം. സോൾവ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. ഈ ഡെസിമലിൽ നിർത്താതിരിക്കാണ് നല്ലത്. 30 സെക്കൻഡ്സോടെ മാക്സിമം മതി കേട്ടോ ഡിയുടെ ആൻസർ കിട്ടാൻ. ഡി കിട്ടിയ ഇയിലേക്ക് പോണേ. ഈ കഴിഞ്ഞാൽ എഫ്. സമയം കളയുക. ഓക്കെ, ഒന്ന് പറഞ്ഞ എന്താ ഫൈനൽ ആൻസർ? എങ്ങനെ സ്റ്റെപ്പ് ആയാൻ പറയണ കേക്കട്ടെ. സാർ ബേസ് 2 സെന്റിമീറ്റർ. ഓക്കെ, ഹൈറ്റ് 4.5. 1/3 into b square into h. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 into 4 into 4.5. 1/3 into 2 square into 4.5 എന്ന് വരും. ഫൈനൽ ആൻസർ എന്താണോ സിംപ്ലിഫൈ ചെയ്തപ്പോ? ഡെസിമലിന് ഇതിൻ്റെകത്തേക്ക് മാറ്റി. ഞാൻ പറഞ്ഞ ഡെസിമലിന് 4.5 നിങ്ങൾക്ക് നേരെ 45/10 എന്ന് എഴുതാം. 4.5. ഇനി നമുക്കിവിടെ കുറച്ച് ക്യാൻസലിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കാരണം 3യും 45 മൾട്ടിപ്പിൾസ് ആണ്. കട്ട് ചെയ്യുമ്പോൾ 15 വരും. 3യും 45 കട്ട് ചെയ്യുമ്പോൾ 15 വരും. 10ഉം 4ഉം കട്ട് ചെയ്യാം. 10ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ 2ഉം 5ഉം വരും. 5ഉം 15ഉം കട്ട് ചെയ്യാം, 3 വരും. മൊത്തത്തിൽ ഫൈനൽ ആൻസർ ഇടുക 6 സെന്റിമീറ്റർ ക്യൂബ്. കിട്ടിയായിരുന്നോ 6 ഫൈനൽ ആൻസർ? അത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെസിമൽ കട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ഇനിയും ഓപ്ഷൻ ഉണ്ട്. കേട്ടെ, ഒരു മിനിറ്റ് ഒന്ന് നോക്കി. ഇത് വേണം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 1 സെക്കൻഡ്. 1/3 into 2 square into 4.5 എന്ന് കിട്ടി. 1/3 into 2 square 4 ആണ് into 4.5. 4 into 4.5. 4 into 4.5 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 4.5 18 അല്ല 18 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 4 into 4.5 മൾട്ടിപ്ലൈ ചെയ്താൽ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ 18 ആണ് കിട്ടുക. അപ്പൊ 18 1/3 into 18 എന്ന് കിട്ടും. 4 into 4.5 ചെയ്യുമ്പോൾ 18. അത് കട്ട് ചെയ്യുമ്പോൾ 6 എന്ന് ആൻസർ കിട്ടും. ഇനിയും ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 1/3 into 2 square into 4.5. അപ്പോൾ 1/3 into 4 into 4.5
3യും 4.5 കട്ട് ചെയ്യുക, മൾട്ടിപ്പിൾസ് ആണ്. കട്ട് ചെയ്യുമ്പോൾ 1.5 എന്ന് കിട്ടും. 4 × 1.5 ചെയ്യുമ്പോൾ 6 ആണ് ആൻസർ. ഇതെല്ലാം ഓപ്ഷൻസാ, ഇങ്ങനെയൊക്കെ ആൻസർ ചെയ്യും. ഇതാരാ പറഞ്ഞോ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്? ബേസ് എഡ്ജ് അല്ലേ? അതെ, ബേസ് എഡ്ജ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാ? എനിക്ക് ക്ലിയർ ആയില്ല. ബേസ് 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ? 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്, അത് ബി സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. ഇനി അപ്പോ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ബേസ് എഡ്ജിന്റെ അല്ലേ? ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ എന്താ? ബി. ബേസ് എഡ്ജ് ബി അല്ലേ? ഹൈറ്റ് എച്ച് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു ബേസ് എഡ്ജ് 2 ആണ്, അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 4.5. എവിടെയാ കൺഫ്യൂഷൻ? ബേസ് 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ ഫോർമുല. ബേസ് ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസ് ഏരിയ ബേസ് ഏരിയ ബേസിലുള്ള ഷേപ്പ് എന്താ? സ്ക്വയർ. അതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻറ്റു വേണം, സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യണം അല്ലേ? ആ സൈഡ് ഇൻറ്റു സൈഡ് നമുക്ക് ഫോർമുല എന്ത് വന്നേ? ബി സ്ക്വയർ. ഇതാണ് ബേസ് ഏരിയ. ഈ ബി സ്ക്വയർ ആണ് ബേസ് ഏരിയ എന്ന് പറയുന്നത്, ഇൻറ്റു ഹൈറ്റ്. ഇവിടെ അല്ലേ ഒരു വൺ? അടുത്ത് തുടങ്ങിയല്ലോ അല്ലേ? നെക്സ്റ്റ് വൺ. ഡി കഴിയുമ്പോൾ ഇയും എഫും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഡി കഴിഞ്ഞാൽ ഇയും എഫും കംപ്ലീറ്റ് ചെയ്യും. ബേസ് എഡ്ജ് ഈക്വൽ 10 സെന്റിമീറ്റർ, സ്ലാന്റ് ഹൈറ്റ് ഈക്വൽ 13 സെന്റിമീറ്റർ. 13. ശ്രദ്ധിച്ച് വേഗം ചെയ്യും. പറഞ്ഞോ സാറേ, രണ്ടാമത്തെ ചെയ്തില്ല. ആ 18 ഡെസിമൽ കൊടുക്കണ്ടേ? എവിടെടാ? 1/3 × 18. 18.0 എന്നല്ലേ വരിക? 0.0 അല്ലേ വരിക? 0.0 എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ 18 തന്നെ അതിനെ റെസ്ട്രിക്ട് ചെയ്ത്. നെക്സ്റ്റ് വൺ വേഗം ചെയ്തേ. നെക്സ്റ്റ് വൺ. വൺ മിനിറ്റ് മാക്സിമം കേട്ടോ നെക്സ്റ്റ് വൺ കംപ്ലീറ്റ് ചെയ്യാൻ. കംപ്ലീറ്റ് ആയ എഫ് ചെയ്യണേ, സമയം കളയരുത്. എനിക്കൊന്ന് കട്ടായി പോയതാണ്, സോറി. സെക്കൻഡ് വണ്ണിലേക്ക് വരുമ്പോഴേ എന്താ സെക്കൻഡ് വൺ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എൽദോസ എന്ന് പറഞ്ഞേ?
നമുക്ക് എച്ച് ഇല്ല. ഹൈറ്റ് നമുക്ക് എന്റെ ഹെഡ്സെറ്റ് എവിടെടാ? എക്കോ ഉണ്ടല്ലോ, എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ. എങ്ങനെ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അൽസാബിത്തെ പറഞ്ഞേ? ബി സ്ക്വയർ ഇൻറ്റു എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ. ബി സ്ക്വയർ അല്ലല്ലോടാ, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ട്രയാങ്കിൾ അൽസാബിത്തെ ട്രയാങ്കിൾ വരച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, തുടക്കം തൊട്ടേ ഞാൻ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കാതെ ചെയ്യരുത്. നമ്മളതിൽ ഓവർ കോൺഫിഡൻസ് കാണിച്ചു കഴിയുമ്പോൾ സംഭവം തെറ്റും. ഇത് ഞാൻ പറയുന്നത് എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാ. എല്ലാ കൊല്ലവും ഞാൻ കാണുന്ന കാര്യം ഇത്. എല്ലാ കൊല്ലവും അത് ഓരോ ടോപ്പിക്കിലും എന്തൊക്കെ തെറ്റ് വരുന്ന എനിക്ക് ബോധ്യമുള്ളതാണ് ഞാൻ കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത്. അത് ഇങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്യണം, ഇതിൻ്റെ രീതിയിൽ പോകണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ പോയില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ടാണ് ട്രയാങ്കിൾ വരയ്ക്കാതെ തന്നെ പണി ഇപ്പൊ കിട്ടി. ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ പറഞ്ഞ ഷാനസി അതെങ്ങനെ വരിക ട്രയാങ്കിളില്? സെക്കൻഡ് ലാസ്റ്റ് വൺ, നമ്മുടെ ബേസും സ്റ്റാൻഡേർഡും ഉള്ള ക്വസ്റ്റ്യൻ അല്ല. ട്രയാങ്കിളിൽ എങ്ങനെ ഡയമെൻഷൻസ് വരിക? b/2 ആണ് എൽസാബിത്തെ, b/2. അവിടെയാണ് തെറ്റി. b/2 നമ്മൾ എടുത്ത് 10/2 5 വരും. എച്ച് നമുക്കില്ല. സ്റ്റാൻഡ് ഹൈറ്റ് 13. എത്ര ഹൈറ്റ് വന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോ ഫാത്തിമ ബി ഐ? ഫാത്തിമ ബി നമുക്ക് 12 എന്നാണ് ഹൈറ്റ് കിട്ടുക. പിന്നെ നമ്മൾ ഓൾറെഡി ഹൈറ്റ് 10ഉം ബേസ് 10ഉം ഹൈറ്റ് 12ഉം ഒന്ന് ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ബാക്കി ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ എച്ച് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ 13 സ്ക്വയർ. എച്ച് സ്ക്വയർ പ്ലസ് 25 ഈക്വൽ ടു 169. എച്ച് സ്ക്വയർ ഈക്വൽ 169 മൈനസ് 25 ഈക്വൽ 144. സ്റ്റെപ്പൊക്കെ അവിടെ ഉണ്ടാവണം കേട്ടോ. റൂട്ട് 144 12 എന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഡേറ്റാസ് എല്ലാം ആയിട്ടുണ്ട്. നേരെ വോളി 1/3 ബി സ്ക്വയർ എച്ച് 1/3 ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 12. എപ്പോഴും നല്ലത് ഈ സ്ക്വയറിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് തെറ്റുകളൊക്കെ ഒഴിവാക്കാം. 5 അല്ല, 10. 1/3 ഇൻറ്റു ബേസ് 10 ആണ്. ഫൈനൽ ആൻസർ നമുക്ക് 400 കിട്ടും. ശരിയല്ലേ? ഈ ക്വസ്റ്റ്യനിൽ വരുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഇപ്പം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് പെട്ടെന്ന് പറ്റിയത് കേട്ടോ. ബേസ് 10 ആണ്, ഞാൻ അതിനെ 5 എന്ന് എഴുതി വെച്ചു. കാരണം ഇപ്പോൾ b/2 ചെയ്ത ഓർമ്മയിൽ 5 എഴുതി വെച്ചു. ഇങ്ങനെയൊക്കെയുള്ള കുറേ മിസ്റ്റേക്സ് ഇതിനകത്ത് വരും. വി ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. യൂണിറ്റ് നിർബന്ധമായിട്ട് എഴുതണം. സെന്റിമീറ്റർ ക്യൂബ് മറന്നു പോകരുത്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ വേഗം. സ്ലാൻഡ് ഹൈറ്റും ഹൈറ്റും ഉള്ളത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേ. സ്പീഡ് ആവട്ടെ. Next one complete and you have 1 more minute maximum. Stand height and height. Triangle on the one at the gym ball. I and get a triangle. Hypotenuse hypotenuse നമുക്ക് കൊണ്ട് എത്രയാ? 20. ശരി, പിന്നെ ഹൈറ്റും ബേസും ഒക്കെ എവിടേക്കാ വരിക? ബേസ് താഴെ, ഹൈറ്റ്
ശരി, ഹൈറ്റ് ഇവിടെ വന്നു അംഗീകരിച്ചു. താഴെ ആരാന്നാ പറഞ്ഞേ? ബേസ് ബി ആണോ? ബേസ് ബി B/2. പ്രത്യേകം ഓർക്കണം, തെറ്റൂട്ടോ. വീണ്ടും ഞാൻ പറയുന്നു തെറ്റും. കൃത്യമായിട്ട് അത് മനസ്സിലാക്കിക്കൊള്ളണം. B/2 ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ B/2 സ്ക്വയർ പ്ലസ് ഇതിനു മുമ്പ് നമ്മൾ ഇതേ ടൈപ്പ് B/2 എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. തൽക്കാലം നിങ്ങൾ ആ B/2 സ്ക്വയറിന് ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ നിർത്തുക. 15 സ്ക്വയർ 225 ആണ്. 20 സ്ക്വയർ 400 ആണ്. B/2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 400 മൈനസ് 225 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 175 ആണോ? 175 എന്ന് വരും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ B/2 ഈക്വൽ ടു റൂട്ട് 175 വരും. ശരിയല്ലേ? റൂട്ട് 175 കൃത്യം വാല്യൂ ഉണ്ടോ? വാല്യൂ ഇല്ല, പേടിക്കണ്ട, തൽക്കാലം അങ്ങനെ നിർത്തിയാൽ മതി. റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾ പോകണ്ട, 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അവിടുന്ന് ടോട്ടൽ 2നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ B ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് 175 എന്ന് വരും. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഇനി നേരെ എന്ത് ചെയ്യുക? വോളിയത്തിലേക്ക് അപ്ലൈ ചെയ്യുക. വോളിയം ഈസ് ഈക്വൽ ടു 1/3 B സ്ക്വയർ H ആണ്. 1/3 ഇൻറ്റു ബേസ് ഇപ്പൊ നമുക്കുള്ളത് 2 റൂട്ട് 175 എന്നാണ് അവന്റെ സ്ക്വയർ. ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് 15. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സ്ക്വയർ 2 പേർക്കും കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സ്പീഡാവട്ടെ. സിംപ്ലിഫൈ ചെയ്തോ? ഫൈനൽ ആൻസർ കിട്ടിയോ? സ്പീഡായിക്ക് ആദിൽ മുഹമ്മദ് കിട്ടിയോടാ ഫൈനൽ? ഒന്ന് പറഞ്ഞ എത്രയാ വന്നേ? ഈ 2 റൂട്ട് 175 സ്ക്വയർ എന്താ വന്നേ? 2 സ്ക്വയർ ഇൻറ്റു റൂട്ട് 175 സ്ക്വയർ. എത്രയാ അത്? അത് 4 ഇൻറ്റു 175. എത്രയാ ഫൈനൽ കിട്ടിയേ? ഫൈനല് 3500 സെന്റിമീറ്റർ ക്യൂബ്. സ്ക്വയർ ചെയ്യുമ്പോൾ 2ന് സ്ക്വയർ കൊടുക്കണം, റൂട്ട് 175നും സ്ക്വയർ കൊടുക്കണം. സ്ക്വയർ 2 പേർക്കും വരും. അപ്പൊ 1/3 ഇൻറ്റു 2ന്റെ സ്ക്വയർ 4 ആണ്. റൂട്ട് 175 സ്ക്വയർ എന്ന് പറയുമ്പോൾ 175 ആണ്. ഇൻറ്റു 15. കട്ട് ചെയ്യാൻ പറ്റി ധാരാളം നോക്കുക. പല രീതിയിൽ കട്ട് ചെയ്യാട്ടോ. നമുക്കിവിടെ നോക്കുമ്പോൾ 3യും 15നും കട്ട് ചെയ്യാൻ പറ്റിയ വാല്യൂസ് ആണ്. 5 വരും. ശരിയല്ലേ? ഫൈനൽ ആൻസർ എന്താവുന്ന? എല്ലാം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലാസ്റ്റ് ഫാത്തിമ TN 3500 ആൻസർ കിട്ടും. സെന്റിമീറ്റർ ക്യൂബ്. ഫൈനൽ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ പൈതഗോറസ് ഒക്കെ ചെയ്യുമ്പോൾ അതൊരു കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്പൊ റൂട്ടിൽ വരുന്നത് നമുക്ക് റൂട്ട് ഓഫ് കൃത്യമായ ഒരു ആൻസർ അല്ല കിട്ടുന്നെങ്കിൽ, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്കോർ അല്ല എങ്കിൽ അങ്ങനെ കീപ്പ് ചെയ്യാം. തൽക്കാലം അവന് തൊടാൻ പോകണ്ട. തൽക്കാലം മൈൻഡ് ചെയ്യണം. ലാസ്റ്റ് അവന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനിയിപ്പോ സപ്പോസ് ലാസ്റ്റ് ഒന്നും ചെയ്യാൻ ഓപ്ഷൻ കിട്ടിയില്ലേ, റൂട്ടാക്കി തന്നെ നിർത്തിയാൽ മതി. ക്ലിയർ? ഓക്കെ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ മോർണിംഗ് ഡിസ്കഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചോ. ഇനി ഇതിനകത്ത് അപ്പൊ നമ്മൾ പല 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 കാറ്റഗറി ക്വസ്റ്റ്യൻ ചെയ്തു. ഡയറക്റ്റ് ബിയും എച്ചും തന്നത്, അത് തന്നെ കട്ട് ചെയ്യാൻ പറ്റിയത്, കട്ട് ചെയ്യാൻ പറ്റാത്തത്, ഇനി ബിയും എച്ചും ഡയറക്റ്റ് തരാതെ ബിയും എല്ലും തരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.
ഇനി ഇപ്പൊ നമ്മൾ ഡിസ്കഷനിലെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ചെയ്തതിലെല്ലാം മിസ്സിംഗ് ആയ ആളെ കിട്ടാൻ വേണ്ടി നമുക്ക് എത്ര തവണ പൈതഗോറസ് അപ്ലൈ ചെയ്യേണ്ട വന്നു? നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. മിസ്സിംഗ് ആയ ആളെ കിട്ടാൻ എത്ര തവണ ചെയ്യേണ്ടി വന്നു മനസ്സോലയ? ഒറ്റ കേസേ വന്നിരുന്നുള്ളൂ. ഒരു സിംഗിൾ ട്രയാങ്കിളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഇന്റർ കണക്ട് ചെയ്തത് ബിയും എല്ലും തന്നു, ഹൈറ്റ് കണ്ടുപിടിച്ചു. എല്ലും എച്ചും തന്നു, ബി കണ്ടുപിടിച്ചു. ഇതിനൊക്കെ നമുക്കൊരു സിംഗിൾ ട്രയാങ്കിൾ മതി. ഈ ഒറ്റ ട്രയാങ്കിൾ നമുക്ക് കാര്യങ്ങൾ കിട്ടും. b/2 L H, റൈറ്റ്? ഇനി ചിലപ്പോ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ എക്സസൈസ് ചെയ്തിട്ടുള്ളത് പോലെ നമുക്ക് തന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ബേസും ലാറ്ററൽ എഡ്ജും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര തവണ പൈതഗോറസിന്റെ പിന്നാലെ പോകേണ്ട വരും? ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഹന ഫാത്തിമ 2 തവണ. 2 തവണ വരും. കാരണം ഈ 2 പേരെ വെച്ച് നമ്മൾ ആദ്യം സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ഹൈറ്റ് കിട്ടൂല. സ്ലാൻഡ് ഹൈറ്റ് കിട്ടി കഴിയുമ്പോൾ പിന്നെ സ്ലാൻഡ് ഹൈറ്റ് നമ്മൾ ഹൈറ്റിലേക്ക് പോകണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം എക്സസൈസിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ ഇതിന്റെ തിരിച്ചൊക്കെ വരാട്ടോ. അതായത് ഇപ്പൊ സ്ലാൻഡ് ചിലപ്പോൾ ലാറ്ററൽ എഡ്ജും സ്ലാൻഡ് ഹൈറ്റും തരും. നമ്മൾ ഈ 2 പേരെ വെച്ചിട്ട് ആദ്യം ബേസ് കണ്ടുപിടിക്കും, പിന്നെ അവിടുന്ന് ഹൈറ്റ് കണ്ടുപിടിക്കും. ഇതിനൊക്കെ നമുക്ക് കറങ്ങി തിരിഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ക്ലിയർ? 2 ടൈംസ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, വരുന്ന ക്വസ്റ്റ്യനുമാണ്. ഇനി അടുത്തൊരു കേസ് ഇതുമായി കണക്ട് ചെയ്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് സർഫസ് ഏരിയ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ചില ക്വസ്റ്റ്യനിലുണ്ടല്ലോ സർഫസ് ഏരിയ നമുക്ക് തരും. ശ്രദ്ധിച്ചു കേട്ടോ. സർഫസ് ഏരിയ തരും, അതുപോലെ തന്നെ ചിലപ്പോ ബേസ് തരും. സർഫസ് ഏരിയ ഉണ്ട്, ബേസും ഉണ്ട്. വോളിയം കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് സർഫസിയുടെ ഫോർമുല വി ഹാവ് ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു b² + 2bl എന്ന് ഫോർമുല ഉണ്ട്, ശരിയല്ലേ? അതിൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. നമുക്ക് അത് വെച്ചിട്ട് സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. മനസ്സിലായോ? സ്ലാൻഡ് ഹൈറ്റിന്റെ വാല്യൂ കിട്ടിയാൽ സ്ലാൻഡ് ഹൈറ്റും ബേസും ഉപയോഗിച്ച് ഹൈറ്റിലേക്ക് പോകാം, അവർ നമുക്ക് വോളിയത്തിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സസൈസിൽ വരും. ഇങ്ങനെ കണക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനും എക്സസൈസിൽ വരും. ഓക്കെ, സർഫസിയുടെ ഫോമിലേക്ക് ഓർമ്മ വേണം. സർഫസ് നമ്മൾ അവിടെ കളഞ്ഞിട്ട് വന്നേക്കല്ല, ഇവിടെ ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ബേസ് നമുക്ക് ഡയറക്റ്റ് തരില്ല, പകരം ബേസ് പെരിമീറ്റർ തരും. ബേസ് ഡയറക്റ്റ് തരാതെ ബേസ് പെരിമീറ്റർ. ഓർക്കുന്നുണ്ടാവില്ല ബേസ് പെരിമീറ്റർ എന്താന്ന്? അപ്പൊ ബേസ് പെരിമീറ്ററിൽ നിന്ന് നമ്മൾ നേരെ ബേസ് കണ്ടുപിടിക്കും, എന്നിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ വോളിയത്തിലേക്ക്. പിന്നെ ഓൾ എഡ്ജസ്, കഴിഞ്ഞ എക്സസൈസിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഓൾ എഡ്ജസ്, ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ്. ഓർക്കുന്നില്ലേ? ഓൾ എഡ്ജസ് എന്ന് പറയുമ്പോൾ ആരാ വരിക ഫാത്തിമ ബിവി? ഓൾ എഡ്ജസ് എന്ന് പറയുമ്പോൾ ലാറ്ററൽ എഡ്ജും 4 ബേസ് എഡ്ജും 4 ലാറ്ററൽ എഡ്ജും. 4 ബേസ് എഡ്ജ് 4 ലാറ്ററൽ എഡ്ജ്, 4b + 4e എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് അതിന്, ലെങ്ത് ഓഫ് ഓൾ എഡ്ജസിന്, റൈറ്റ്? അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യനും ഇതൊക്കെയാണ് നമുക്ക് വോളിയവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ഫേസ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസ് ഡിസ്കഷൻ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട ആൾക്കാർ ബേസും ഹൈറ്റും ആണ്. ഒന്നെങ്കിൽ 2 പേരെ ഡയറക്റ്റ് തരും, അല്ലെങ്കിൽ ഡയറക്റ്റ് തരാതെ ഇൻഡയറക്ട്ലി ഇപ്പൊ നമ്മൾ പറഞ്ഞ കോലത്തിലൊക്കെ തരും. ഇവിടെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. സെക്കൻഡ് ഫേസ് ഡിസ്കഷനിൽ വരുന്ന ആളാണ് റേഷ്യോ. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് തൽക്കാലം ഇപ്പൊ തൊടുന്നില്ല, നമുക്ക് സ്ഫിയറിന്റെ എക്സസൈസിലൊക്കെ അത് ആവശ്യമുള്ളൂ. റേഷ്യോ ആണ് നമുക്ക് ഇവിടെ വേണ്ട രണ്ടാമത്തെ ഒരു ഐഡിയ കേട്ടോ. ദാറ്റ് വി വിൽ ഡിസ്കസ് അറ്റ് 3 o'clock, 3 to 4:30 ഈവനിങ്. Okay then, thank you. Sir.